So I'm very happy to be the moderator here. കുറച്ച് ആളുകൾക്കെങ്കിലും എന്നെ അറിയാം. പേര് അജ്മൽ. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരുപാട് പ്രൊജക്റ്റുകളിൽ ചെറുതും വലുതുമായിട്ടുള്ള കുറേ പ്രൊജക്റ്റുകളിലൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ആൻഡ് എസ്പെഷ്യലി ദിസ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ അതെന്നും എൻ്റെ ഒരു കോർ ഫീൽഡാണ്, വൺ ഓഫ് ദി പാഷനേറ്റ് ഫീൽഡാണ്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ഇന്നത്തെ ഒരു പാനൽ ഡിസ്കഷനിൽ എൻ്റെ കൂടെ വന്നിട്ടുള്ളതും എനിക്ക് പലപ്പോഴുമായിട്ട് അറിയുന്ന ആളുകളായിട്ടുള്ള ഓൺട്രപ്രണേഴ്സാണ്. ആൻഡ് ദേ ആർ ആക്ച്വലി എഡ്യൂപ്രണേഴ്സ് ഓൾസോ. എഡ്യൂക്കേഷൻ രംഗത്ത് നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ വളരെ സൈലൻ്റ്ലി വലിയൊരു റെവല്യൂഷൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് നൗ ദാറ്റ് റെവല്യൂഷൻ ഈസ് ഗെറ്റിംഗ് ലൗഡ് ഓൾസോ. എന്താ പറയുക, മുന്നേ പലതും നമ്മൾ പോലും അറിയാത്ത ഒരുപാട് ട്രാൻസ്ഫർമേഷൻസും ഇമ്പാക്ട്സും ഒക്കെ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് എഡ്യൂക്കേഷൻ ലാൻഡ്സ്കേപ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന ആളുകളാണ് ഇവിടെ എൻ്റെ കൂടെ ഇരിക്കുന്നത്. സി നോട്ട് ജസ്റ്റ് ഇത് റീജിയണൽ ലെവൽ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമല്ല, നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ ആ ഒരു ഇമ്പാക്റ്റും ട്രാൻസ്ഫർമേഷൻസും കേരളത്തിൻ്റെ ഒരു പ്രസൻസ് അറിയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. സോ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ എഡ്യൂക്കേഷൻ ക്യാൻ ചേഞ്ച് എവറിത്തിങ്. ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു കൺട്രിയിൽ എല്ലാ മാറ്റങ്ങൾക്കും തുടക്കം കുറിക്കുന്നത് എഡ്യൂക്കേഷനിലാണ്. ആൻഡ് ദി എഡ്യൂപ്രണേഴ്സ്, ദേ ആർ ദ റിയൽ പ്ലെയേഴ്സ്. എഡ്യൂപ്രണേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പല ആക്ടിവിറ്റീസും പല പ്രൊഡക്റ്റുകളും പല സൊല്യൂഷൻസും സർവീസുകളും ഒക്കെ ഇവിടെ കൊണ്ടുവരുന്നത്. സോ ഈ എഡ്യൂപ്രണേഴ്സാണ് സൊസൈറ്റിയിലെ എല്ലാ ഇമ്പാക്റ്റിനും കാരണം. ബിക്കോസ് when people get the real education, the true education കിട്ടുന്തോറും a lot of entrepreneurs we are getting, a lot of true professionals we are getting. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വലിയ രീതിയിലവിടെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. So of course I'm moving with the questions. So the question is to Tom. അറിയാം, ടോം എന്നുള്ള ഒരാൾ എനിക്ക് തോന്നുന്ന ഗ്ലോബൽ ലെവലിലുള്ള കുറേ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻസും പ്രൊഫഷണൽ ബോഡീസും ഒക്കെ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള, അതോടൊപ്പം തന്നെ കേരളത്തിലെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ട്രെൻഡ് വളരെ സൈലൻ്റ്ലി ക്രിയേറ്റ് ചെയ്തു. ആൻഡ് നൗ ദാറ്റ് ട്രെൻഡ് ഈസ് വെരി ലൗഡ് ഓൾസോ. എസ്പെഷ്യലി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, റീസെൻ്റ്ലി പത്രങ്ങളിൽ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു വലിയൊരു ആഡ് വന്നിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ദി ടോക്ക് എവ്രിവെയർ, not only in social media, in each and every nook and corners of the Kerala, people were discussing about that particular advertisement. അതായത് കേരളത്തിൽ വരാൻ പോകുന്ന നോട്ട് ഇൻ കേരള, അക്രോസ് ദി വേൾഡ് വരാൻ പോകുന്ന മാറ്റങ്ങൾ 2050 ഒരു ന്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട് ലൈൻ റിപ്പോർട്ട്, ഫ്രണ്ട് ലൈൻ പേജ്, ഫ്രണ്ട് ലൈൻ അഡ്വർടൈസ്മെൻറ്റ് വരികയാണ്. എന്നിട്ട് അത് ആളുകൾ ഏറ്റെടുക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ അഡ്വർടൈസ്മെൻറ്റ് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം വരാൻ പോകുന്ന ഒരു ട്രെൻഡിനെ കുറിച്ച്, കാരണം അത്തരത്തിലൊരു അഡ്വർടൈസ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മളൊന്നും ഇപ്പോഴും പല ആളുകളും അത്തരത്തിലുള്ള ട്രെൻഡുകളെ കുറിച്ചൊന്നും ഒരു ബോധം ഉണ്ടാവില്ല. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടായി, കോൺട്രാഡിക്ഷൻസ് ഉണ്ടായി, അത് ആളുകൾ ട്രോൾ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് വലിയൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് കേരളത്തിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. എസ്പെഷ്യലി ഹൗ ദി ഫ്യൂച്ചർ ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ഇവോൾവിംഗ് എന്നുള്ളതിൻ്റെ വലിയൊരു ഓപ്പണിംഗ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സോ ടോം, സോ വൈ ഇതൊക്കെ എങ്ങനെ, എവിടെ നിന്നാണ് ഇത്തരത്തിലൊരു ഇൻസ്പിറേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്? ആൻഡ് വൈ യു ആർ ക്രിയേറ്റിംഗ് സച്ച് എ ട്രെൻഡ് ഇൻ കേരള? നോട്ട് ഓൺലി ഇൻ കേരള, അക്രോസ് ദി വേൾഡ് വി ക്യാൻ സീ, and you are bringing those certifications, those professional bodies to Kerala. So why you are into this? ഒരു ചോദ്യത്തിന് ഉത്തരം തന്നെ നല്ലൊരു ചോദ്യമാണ്. ചോദ്യത്തിന് ഉത്തരം തന്നെ I just go back to the context you set. നമ്മളൊരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലൊരു ചേഞ്ച് വേണമെങ്കിൽ the change should start from the institutions, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്നാണ് ചേഞ്ച് വരേണ്ടത് എന്നൊരു ബേസിക് കാര്യമാണ്. കാരണം നമ്മളൊരു ജനറേഷനെ ബിൽഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ജനറേഷനെ പ്രിപ്പയർ ചെയ്യുന്നത് ബേസിക്കലി നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന്, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്നാണ്. അപ്പോൾ ആ സിസ്റ്റം മാറിയാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ഒരു ഫ്യൂച്ചർ റെഡി, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മളിപ്പം പല കോൺഫറൻസുകളിലും സമ്മിറ്റുകളിലൊക്കെ വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്യൂച്ചർ സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ വേൾഡ്, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യ 2030 എന്നും ഇന്ത്യ 2050 എന്നും 2047 എന്നൊക്കെ പറഞ്ഞ് ഒരു വിഷണറി പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചേഞ്ച് നടക്കണമെങ്കിൽ നമ്മുടെ സിസ്റ്റം തന്നെ റീഡിഫൈൻ ചെയ്യണം എന്നൊരു തോട്ട് പ്രോസസ്സ്, അല്ലെങ്കിൽ നമ്മൾ പാസ്റ്റ് ഓൾറെഡി ഡീൽ ചെയ്ത് കഴിഞ്ഞ കാര്യം, നമ്മുടെ പല ഇൻവെൻഷൻസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കുറേ ഹിസ്റ്ററി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഫ്രഞ്ച് റെവല്യൂഷനും അല്ലെങ്കിൽ അമേരിക്കൻ ഫ്രീഡം സ്ട്രഗിളും നമ്മുടെ തന്നെ സ്വാതന്ത്ര്യ സമരമൊക്കെ പഠിക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങൾ അതിനകത്ത് നിന്ന് പഠിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും ആവശ്യമാണ്. പ്രസൻറ്റ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ നാളെ പഠിച്ചിറങ്ങുന്ന ഒരാളെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ഒരു ക്യാമ്പസിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ നാളെ എന്തായിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ ഒരു ഫ്യൂച്ചർ റെഡിയാക്കുന്നത് എന്നൊരു ബേസിക് ആശയത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു സമ്മിറ്റ് പ്ലാൻ ചെയ്യുന്നതും. പിന്നെ അതിനെ ഒരു ജനകീയമാക്കാൻ, കാരണം ഒരു യൂണിവേഴ്സിറ്റി എപ്പോഴും
അഡ്രസ്സ് ചെയ്യേണ്ടത് സൊസൈറ്റിയുടെ പ്രശ്നങ്ങളെയാണ്. കാരണം നമ്മൾ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ പുറത്തു വന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. കാരണം അതിൻ്റെ ഒരു വാക്സിൻ പുറത്ത് കൊണ്ടുവരുന്നത് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ പല രാജ്യങ്ങളിലും പല കാര്യങ്ങൾക്കും ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കൊണ്ടുവരേണ്ടത് യൂണിവേഴ്സിറ്റികളിൽ. നമ്മുടെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സിസ്റ്റം അങ്ങനെയല്ല. നമ്മുടെ കൂടുതലും ടീച്ചിങ് യൂണിവേഴ്സിറ്റികളും അല്ലെങ്കിൽ പറഞ്ഞു കൊണ്ട് എന്താ പറയുന്ന പഴയ കാര്യങ്ങൾ വീണ്ടും വിദ്യാർത്ഥികളെ ഒന്ന് വീണ്ടും മനസ്സിലാക്കി അതിനുവേണ്ടിയല്ല ഒരു സ്റ്റുഡൻറ്റും കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ വരുന്നത്. കാരണം ഇതെല്ലാം അറിവ് മേടിക്കാൻ വേണ്ടി പല ഡിവൈസുകളുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന 6 സ്ക്രീനിൽ പറയുന്ന എല്ലാ അറിവും കിട്ടും. പക്ഷെ അവനെ എങ്ങനെ ചിന്തിപ്പിക്കണം, അല്ലെങ്കിൽ നാളത്തേക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ പുതിയ ആളുകളെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഷുഡ് ബി എൻ എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് എങ്ങനെ കൊടുക്കാം എന്നൊരു ബാക്ക്ഗ്രൗണ്ടിൽ കോൺടെക്സ്റ്റിലാണ് ഇങ്ങനെ ഇവന്റ് വരുന്നതും ആ ഇവന്റിനെ ജനകീയമാക്കാനാണ് ഇങ്ങനെ ഒരു പരസ്യം പ്ലാൻ ചെയ്യുന്നത്. കാരണം ആളുകളെ എങ്ങനെ ഇതിലേക്ക് ചിന്തിക്കാം, നാളെ ഇത് നടക്കാൻ ഇവന്റ് നടക്കുന്ന ഈ പത്രത്തിൽ വന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ നാളെ നടക്കുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് റിസർച്ചുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഡീപ് സീ എന്ന് നമ്മളൊരു ഓഷ്യാനിക് എന്ന് പറയുന്ന സിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ റോബോട്ട്സ് പല കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചോ, അല്ലെങ്കിൽ നമ്മളൊരു ഫ്യൂച്ചർ ഈസ് ബ്രൈറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഈസ് പീസ്ഫുൾ എന്നൊക്കെ പറയുന്ന മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഡിസൈനും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ വളരെ സെൻസിറ്റീവായ ഒരു കാര്യം മാത്രമാണ് ആളുകൾ അതെടുത്തത് ടോപ്പിക് ഒരു ഇഷ്യൂ ആക്കിയത്, അല്ലെങ്കിൽ അതിനൊരു കോൺവെർസേഷൻ പോയിന്റ് ആക്കിയത്. ഒരുപക്ഷെ ഈ നമ്മൾ പറയുന്ന പോലെ 2050 അതിന് മുമ്പ് തന്നെ ചിലപ്പം ഇതൊക്കെ നടന്നിരിക്കാം. ഡിജിറ്റൽ കറൻസികളോ പേപ്പർ കറൻസികളോ ചിലപ്പോൾ നമ്മൾ തന്നെ എത്ര പേര് ഇപ്പോൾ വാലറ്റിൽ കറൻസി സൂക്ഷിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാൻ നോക്കിയ ഒരു അത്യാവശ്യ കാര്യത്തിൽ നോക്കി എൻ്റെ കയ്യിൽ ആകെയുള്ളത് 50 രൂപയാണ് എൻ്റെ ഇപ്പോൾ വാലറ്റിലുള്ളത്. ഒരുപക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും കാര്യത്തിൽ അത് ശരിയായിരിക്കാം. പക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ സത്യം അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യം അതിനെ ഒരു ഫ്യൂച്ചർ ഒരു സൊസൈറ്റിയെ മൊത്തം പ്രിപ്പയർ ചെയ്യുക, അതാണ് ഒരു സിസ്റ്റത്തിന്റെ ആവശ്യം, ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ആവശ്യം. അതാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞാലും ലോകത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അത് എല്ലാവർക്കും ആക്സസബിൾ ആക്കുക അല്ലെങ്കിൽ അഫോർഡബിൾ ആക്കുക, അതാണ് ഒരു സിസ്റ്റം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മുടെ വെഞ്ചേഴ്സിലൂടെയും നമ്മുടെ പല പരിപാടികളിലൂടെയും. വേറെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഞാനത് ആൻസർ ചെയ്തെന്ന് ശ്രമിക്കുന്നു. കാരണം നിങ്ങൾ ചോദിച്ച കാര്യം എന്തുകൊണ്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ സമൂഹത്തിലൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ആ മാറ്റം ഇൻസ്റ്റിറ്റ്യൂഷനിൽ തുടങ്ങണം. വി ആർ ഹിയർ ടു മേക്ക് ആൻ ഇമ്പാക്ട്. അതാണ് അതിൻ്റെ ഒരു പഞ്ച് ലൈൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. വളരെ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മുടെ ഒരു സിഗ്നേച്ചർ ഇവിടെ ഉണ്ടായിരിക്കണം. ആ സിഗ്നേച്ചർ എന്ന് പറയുന്നത് നമ്മൾ ബൈ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ അലുമിനൈസ് ആയിരിക്കണം. ആ ഒരു മാറ്റം എങ്ങനെ പ്രവൃത്തിയിൽ കൊണ്ടുവരാം എന്നതാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ഭയങ്കര സക്സസ് ആയെന്നൊന്നും പറയുന്നില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് കുറേ കോൺവെർസേഷൻസ്, കുറേ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഡയലോഗ്സ് അല്ലെങ്കിൽ ഡിബേറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകണം. ഒന്നുമില്ലെങ്കിൽ കേരളത്തിലെ കുറേ വൈസ് ചാൻസലർമാരെ മുമ്പിൽ പിടിച്ചിരുത്തി നമുക്ക് സംസാരിക്കാൻ പറ്റും. ഈ സിസ്റ്റത്തിന് എന്തൊക്കെ ഡ്രോബാക്സ് ഉണ്ട്, ഈ സിസ്റ്റം എന്തൊക്കെ മാറ്റം ഇനി ചെയ്യണം. നമ്മൾ ഈ പറയുന്ന ഡിസ്കഷൻസ് ഈ കോൺഫറൻസുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ എങ്ങനെയാണ് ഒരു ആക്ഷൻ പോയിന്റിലേക്ക് മാറ്റേണ്ടത്. കാരണം ഇന്ന് വിദ്യാർത്ഥികൾ ശരിക്കും ഒരു എക്സ്പീരിയൻസിനും എക്സ്പോഷറിനും വേണ്ടി മാത്രമാണ് ക്യാമ്പസിൽ പോകുന്നത്. പഠിക്കാൻ വേണ്ടി ഇപ്പം എൻ്റെ കൂടെ ഇരിക്കുന്ന ആളുകളൊക്കെ എല്ലാം അറിയാം, എല്ലാവരും എന്റർപ്രനേഴ്സാണ്. അവർക്കെല്ലാം പഠിക്കാൻ വേണ്ടി ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇപ്പം നമ്മളൊരു എഡ്യൂക്കേഷൻ ഡിഫൈൻ ചെയ്യുന്നത് ബേസിക്കലി ജസ്റ്റ് ടു പ്രിപ്പയർ ദ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ദി ന്യൂ സ്കിൽ സെറ്റ്സ് ഫോർ ദ ന്യൂ വേൾഡ്. ദ ന്യൂ എന്ന് പറയുന്ന വേർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം ന്യൂ എന്ന് പറയാൻ കാരണം പുതിയ ലോകവും പുതിയ സ്കിൽ സെറ്റുകളും ലോകം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് സ്കിൽ സെറ്റുകളും മാറിക്കൊണ്ടിരിക്കും. ആ മാറിക്കൊണ്ടിരിക്കുന്ന സ്കിൽ സെറ്റുകളെ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പഠിപ്പിക്കാനും പറയുന്നില്ല, ഇൻട്രൊഡ്യൂസ് ദ ന്യൂ സ്കിൽ സെറ്റ് എന്നാണ് പറയുന്നത്. അത് പ്രാക്ടീസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് കൊടുക്കുക. ഈ രണ്ടുമാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ ലാക്ക് എന്ന് പറയുന്നത്. കാരണം നമ്മൾ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യാനുള്ള ഡിലേ, അല്ലെങ്കിൽ അത് അവരെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതി, അല്ലെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കാനുള്ള അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കൊടുക്കാനുള്ള ഒരു ലാക്ക് അതാണ് സിസ്റ്റത്തിനുള്ളത്. അത് കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിൻ്റെ ചെറിയൊരു അറ്റംപ്റ്റ് മാത്രമാണ്. അപ്പം നിങ്ങൾ പറയുന്ന പോലെ ഒരു ബി ദ ചേഞ്ച് ആൻഡ് ബി ദ ഫ്യൂച്ചർ. ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിക്കുമ്പോഴാണ് ഒരു ഫ്യൂച്ചർ കുറച്ചും കൂടെ ഇങ്ങനെയുള്ള ചേഞ്ച് മേക്കേഴ്സ് വരുമ്പോഴാണ് ഫ്യൂച്ചർ കുറച്ചും കൂടെ റിഫൈൻഡ് ആവുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഈ ഒരു മൂവ്മെന്റിലേക്ക് ചേരുന്നത്. അപ്പം നമ്മളിപ്പോൾ അടുത്ത ആഴ്ച നമ്മളൊരു ഫ്യൂച്ചർ കേരള മിഷൻ എന്ന് പറയുന്നൊരു മിഷൻ തന്നെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതും 3 പില്ലേഴ്സിനെ ബേസ് ചെയ്താണ്. എഡ്യൂക്കേഷൻ ഇസ് ദ കോർ പില്ലർ, ദാറ്റ്സ് സംതിങ് can make the change in the world. And second is entrepreneurship. നമ്മൾ കുറേ പേരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് മാത്രം പോരാ, അവർക്ക് ജോലി കൊടുക്കാനും അല്ലെങ്കിൽ ജോബ് പ്രൊവൈഡേഴ്സിനെ ബിൽഡ് ചെയ്യണം. തേർഡ് ഇസ് ഇന്നോവേഷൻ. ഈ പറയുന്ന 3 ആസ്പെക്റ്റിനെ ബേസ് ചെയ്ത് ഇൻട്രൊഡ്യൂസിങ് എ മിഷൻ. ദാറ്റ്സ് ദി ബൈ പ്രൊഡക്റ്റ് ഓഫ് ദ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ. സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ ചെയ്യുമ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു അർത്ഥം, അല്ലെങ്കിൽ ഇതൊരു കോൺഫറൻസ് ആണോ, ഇതൊരു ഈവന്റ് ആണോ, ആൻഡ് ദെൻ വി വിൽ റിമൈൻ ആസ് ഈവന്റ് മാനേജ്മെന്റ് കമ്പനി. നത്തിങ് എൽസ് വി ക്യാൻ കോൺട്രിബ്യൂട്ട്. അപ്പോൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു മിഷൻ അടുത്ത ആഴ്ച, ഹോപ്പ്ഫുള്ളി ബൈ ദി എൻഡ് ഓഫ് ദിസ് വീക്ക്
കേരള ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ നമ്മൾ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് എങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ നിന്നും കൊണ്ടുവരാം, എങ്ങനെ അത് സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം, എങ്ങനെ ഒരു ഇൻഫ്ലുവൻസും പോസിറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പറ്റുക, അതായിരിക്കണം എഡ്യൂക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്. അതാണ് സക്സസ്ഫുൾ മോഡൽസ് എല്ലാം ചെയ്തിരിക്കുന്നത്. അത് ചെയ്താൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. Truly inspiring, truly inspiring. So I will come back to you. So the next question I'm moving to Mustafa. എനിക്ക് തോന്നുന്നു മലബാറിൽ എസ്പെഷ്യലി അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിദേശത്തേക്ക് ഉപരിപഠനത്തിന് കുട്ടികൾ പോവാന്നുള്ളത് പണ്ടൊക്കെ എന്താ പറയുക കർണാടക തമിഴ്നാടൊക്കെ പോയൊരു ലാഘവത്തോട് കൂടിയിട്ടാണ് അന്ന് പണ്ടൊക്കെ ഒരു ഡൊമസ്റ്റിക് ഇവിടെ നിന്നൊക്കെ കേരളത്തിൽ നിന്ന് കുട്ടികൾ കർണാടക തമിഴ്നാട് പോകുന്നത്. അതേ ലാഘവത്തിലാണ് ഇന്ന് കുട്ടികൾ. അത് എന്താ പറയുക വലുപ്പച്ചെറുപ്പമില്ലാതെ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത ആളുകളാണോ, PG കോഴ്സുകൾ പോകുന്ന ആളാണോ, ഡിഗ്രി കഴിഞ്ഞ ആളുകളാണോ ഒന്നുമില്ല. വിദേശത്തേക്ക് ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്ത ഒരു കമ്പനിയാണ് എഡ്രൂട്ട്സ് പറയുന്നത്. സോ വാട്ട് ഈസ് ദി സ്റ്റാറ്റസ് ഓഫ് ദി ട്രെൻഡ് റൈറ്റ് നൗ? ഓവർസീസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അബ്രോഡ് എഡ്യൂക്കേഷൻ്റെ ഒരു ട്രെൻഡ് എന്താണ് അത് ഇപ്പോൾ? വെരി ഗുഡ് ആഫ്റ്റർനൂൺ ടു എവറി വൺ. താങ്ക് യു അജ്മൽ. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു എന്നല്ല. ഇപ്പോൾ ടോം പറഞ്ഞതിൻ്റെ കണ്ടിന്യൂറ്റി ഞാൻ പറയുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ പ്രശ്നം എന്ന് ടോം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഉള്ള സിസ്റ്റത്തിൽ നിന്ന് സ്റ്റുഡൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ എവിടെയാണ് കറക്റ്റായിട്ട് അത് അവൈൽ ആവുന്നത് അത് നോക്കി ആളുകൾ പോകുന്നു എന്നുള്ളതാണ്. നമ്മളതിന് അവരെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളൂ. നമ്മൾ ട്രെൻഡ് അങ്ങനെ വലിയൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല. പുതിയത് തേടി പോകുന്നത് എല്ലാ ജനറേഷനിലും ഉണ്ടാവുന്നതാണ്. സ്റ്റിൽ അത് ഗോയിങ് ഓൺ ആണ്. ആ ട്രെൻഡിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ട്രെൻഡിൽ കുറച്ച് മാറ്റം എന്ന് പറഞ്ഞു വെച്ചാൽ പോകുന്ന ആളുകളുടെ മൈൻഡ് സെറ്റിൻ്റെ അനുസരിച്ചൊക്കെ അവരുടെ പ്ലാനിനനുസരിച്ചൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്ന് നമ്പേഴ്സ് കൂടിയേക്കാം. പക്ഷേ സ്റ്റിൽ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ നോക്കി ഒരു ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ടില്ല, അതല്ലെങ്കിൽ എന്താ പറയുക ഒരു മൾട്ടി കൾച്ചറൽ എൻവയോൺമെൻറ്റിൽ, അതല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ, അതല്ലെങ്കിൽ വേൾഡിൽ എന്താ പറയുക ടോപ്പ് 500 വരുന്ന യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് പഠിക്കുന്നതിൻ്റെ എക്സ്പീരിയൻസ്, അലൂമിനി നെറ്റ്വർക്ക് കിട്ടുന്നതിൻ്റെ ബെനിഫിറ്റ്സ്, ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് പോകുന്നവരുടെ നമ്പേഴ്സ് കൂടിയിട്ടുണ്ട്. അത് ആ ട്രെൻഡ് വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മുമ്പതിലുള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ കുറച്ചും കൂടിയും എന്താ പറയുക പോകാനുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുണ്ട്. അത് ഇൻ ടൈംസ് ഓഫ് ഫിനാൻഷ്യൽ അതല്ലെങ്കിൽ വിസയുടെ കാര്യങ്ങളൊക്കെ ആയാലും കുറച്ചും കൂടിയും സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് കുറച്ചധികം പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഒരുപാട് പേര് പുറത്തേക്ക് പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. ആ ചിന്തിച്ച് തുടങ്ങുന്ന ഒരു ടൈമിൽ എന്തായി പോകാനുള്ള സൗകര്യങ്ങളും ഇതിനുള്ള കാര്യങ്ങളും കുറച്ചും കൂടി സ്മൂത്തായി എന്നുള്ളതാണ്. ആ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ മുമ്പ് പോകുന്ന ഒരു ക്രൗഡിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നോക്കി പോകുന്നവരുണ്ട്, അതേപോലെ തന്നെ മൈഗ്രേഷൻ മൈൻഡഡ് ആയിട്ട് പോകുന്നവരുണ്ട്, അവിടെ സെറ്റിൽ ആവാൻ പോകുന്നവരുണ്ട്. ഇപ്പം ഞാൻ ആക്ച്വലി രാവിലെ മുതലേ ഇവിടെ ഉണ്ട്, അധിക പേരും സംസാരിക്കുന്നുണ്ട് ഇവിടുത്തെ ജനറേഷൻ പുറത്തേക്ക് പോകുന്നു, ബ്രെയിൻ ഡ്രെയിൻ, കുറേ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോകുന്ന ആളുകളെല്ലാവരും അവിടെ സെറ്റിൽ ആവുന്നില്ല. കാരണം ഈ പോകുന്ന എല്ലാവർക്കും അവിടെ സെറ്റിൽ ആവണം എന്ന പ്ലാനും ഇല്ല ആക്ച്വലി. കാരണം പോകുന്ന ആളുകളിൽ ഡിഫറെൻറ്റ് പ്ലാനുകളോട് പോകുന്നവരുണ്ട്. ജസ്റ്റ് കോഴ്സ് എടുത്ത് തിരിച്ചു വരുന്നവരുണ്ട്, കോഴ്സ് എടുത്ത് 1 or 2 ഇയർ അവിടെ എക്സ്പീരിയൻസ് എടുത്ത് വരുന്നവരുണ്ട്, അവിടെ സെറ്റിലാവാൻ പോകുന്നവരുണ്ട്. പക്ഷെ ഒരു 50% ഓഫ് പോകുന്ന ആളുകൾക്കും ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അവർ തിരിച്ചു വരിക, അതല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് പോലുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയി ജോലി ചെയ്യുക എന്നുള്ള പ്ലാനിലാണ്. അതല്ലാതെ ഒരു പെർമനൻറ്റ് റെസിഡൻസോ അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് ഫാമിലി അവിടെ സെറ്റിൽ ആവണം എന്നുള്ള പ്ലാനിൽ പോകുന്നവരല്ല. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ പൊതുവേ ഉള്ളൊരു ധാരണയാണ് ആളുകൾ പോകുന്നത് കൊണ്ട് ഇവിടുത്തെ ആളുകൾ കുറയുന്നു, ഇവിടുത്തെ ജനറേഷൻ കുറയുന്നത് കൊണ്ട് സൊസൈറ്റിയിൽ കുറേ പ്രശ്നങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളത്. അതല്ല ഫാക്റ്റ്. നമ്മൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കറിയാം, ആയിരക്കണക്കിന് സ്റ്റുഡൻസുമായിട്ട് നമ്മൾ സംസാരിക്കുന്നതുകൊണ്ടും അറിയാം സ്റ്റുഡൻസിൻ്റെ പ്ലാന് ഓരോ സ്റ്റുഡൻറ്റിനും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ട്രെൻഡ് കറണ്ട് സിറ്റുവേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മൈഗ്രേഷൻ മൈൻഡഡ് ആയ ആളുകൾ മുമ്പ് പോയതിൽ നിന്ന് കുറച്ച് കുറവ് വന്നതുകൊണ്ട് മുമ്പ് ഒരു 2 ഇയർ ബാക്ക് പോകുന്നൊരു നമ്പറിൽ നിന്ന് കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നോക്കി ഈ ഒരു എക്സ്പീരിയൻസ് നോക്കി നമ്മളൊരു ക്യാമ്പസ് ഞാൻ കാണുന്ന എപ്പോഴെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ മീൻസ് ഒരു എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ ഒരു റിയൽ എക്സ്പീരിയൻസ് എടുക്കുക എന്നുള്ളൊരു പ്ലാനിലുള്ളൊരു ക്രൗഡ് സ്റ്റിൽ ഗോയിങ് ഓൺ ആണ്. അതിൻ്റെ ട്രെൻഡിൽ വലിയൊരു ചേഞ്ചസ് ഉണ്ട് എന്ന് തോന്നുന്നില്ല എനിക്ക്. നമ്മൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു ഫീൽ വരുന്നില്ല. പുറത്ത് ഞാൻ പറഞ്ഞില്ലേ ഏത് സ്പീക്കേഴ്സ് വന്നാലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്. പക്ഷെ അതല്ല ഫാക്റ്റ്. ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ പോകുന്ന ആളുകളെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് എല്ലാവരും കാണുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം എത്ര പേര് സെറ്റിൽമെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്, എത്ര പേര് തിരിച്ചു വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് എന്താ വെച്ചാൽ മലബാറിൻ്റെ ഒരു ഏരിയയിലാണ്. ഇപ്പോൾ മലബാറും
എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും ഏത് റീജിയനിൽ നിന്നാണ് കൂടുതൽ മൈഗ്രേഷൻ മൈൻഡഡ് ആളുകൾ പോകുന്നത്, ഏത് റീജിയനിൽ നിന്നാണ് കോഴ്സ് ഫോക്കസ് ചെയ്ത് പോകുന്നത് എന്നുള്ളത്. പക്ഷേ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ എന്താ വെച്ചാൽ നോർത്ത് കേരള, നമ്മുടെ മലബാർ എന്ന് പറയുന്ന റീജിയൻ എപ്പോഴും ഒരു സ്റ്റുഡൻറ്റ് എന്താ വെച്ചാൽ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കുറച്ചും കൂടി മുൻഗണന കൊടുത്ത് അവർ ഒന്നുമില്ലെങ്കിൽ NRIs ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ നാട്ടിൽ ബിസിനസ് ഉള്ളവരായിരിക്കും മെജോറിറ്റി നമുക്ക് വരുന്ന സ്റ്റുഡൻസ്. ഇവരൊരു പ്ലാന് മെജോറിറ്റി എന്തായാലും തിരിച്ചു വന്ന് അവരെ ബിസിനസ്സിൽ ഇൻവോൾവ് ആവുക, അതല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള അവരെ ഒരു എന്താ പറയുക കണക്ഷൻസ് വെച്ച് നല്ലൊരു ജോലി ചെയ്യുക എന്നുള്ളതാണ്. ഒരു കംപ്ലീറ്റ് പെർമനൻറ്റ് റെസിഡൻസ് പ്ലാൻ ചെയ്ത് പോകുന്നവരുടെ നമ്പർ കുറഞ്ഞിട്ടുണ്ട്. ട്രെൻഡ് സ്റ്റിൽ ഗോയിങ് ഓൺ ആണ്. അത് പുതിയ ഡെസ്റ്റിനേഷനിലേക്ക് ആളുകൾ പോയി തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് പുതിയൊരു കണ്ടീഷൻ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും പറയുന്നു, ട്രെൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ല, ജനറേഷൻ മാറുന്നതിനനുസരിച്ച് എന്താവും ആളുകൾക്ക് ഈ ടെക്നോളജിയുടെ അഡ്വാൻസ് ഒക്കെ വെച്ചിട്ട് എന്താവും കുറച്ചും കൂടി എന്താ പറയുക കണക്ടിവിറ്റി കാര്യങ്ങൾ പെട്ടെന്ന് അറിയാൻ പറ്റുന്നതുകൊണ്ട് തന്നെ എവിടെയാണ് നമുക്ക് വേണ്ട സാധനം എന്ന് തിരിച്ചറിയുന്നത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. മുമ്പ് നമ്മളൊരു 10 years കൊണ്ട് എടുക്കുന്ന ഒരു നോളജ് അല്ല ഇപ്പോൾ 10 minutes കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് വരുമ്പോൾ എന്താവും അങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടെത്താനും അങ്ങനത്തെ യൂണിവേഴ്സിറ്റീസ് കണ്ടെത്താനും അങ്ങനത്തെ കോഴ്സ് കണ്ടെത്താനും സ്റ്റുഡൻറ്റിന് കുറച്ചും കൂടി ഈസി ആവും. ആ ഒരു ടൈമിൽ റൈറ്റ് ടൈമിൽ നമ്മൾ ഈ ഒരു സർവീസ് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഭാഗമായി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഓക്കെ, ദാറ്റ്സ് ദി ട്രെൻഡ്. എന്തായാലും എനിക്ക് തോന്നുന്നത് ഇതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ് ഇബ്നുവിനുള്ളത്. ഒരു ഭാഗത്ത് ടോം അല്ലെങ്കിൽ മുസ്തഫയൊക്കെ ആണെങ്കിലും അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അക്കാഡമിക് സർട്ടിഫിക്കേഷൻസ് സ്ട്രെസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ജേർണീസിലൂടെ കുട്ടികളെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ സൊസൈറ്റിയിലുള്ള വലിയൊരു ക്രിട്ടിക്കൽ ഗ്യാപ്പിനെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഇബ്നു. അതായത് മണി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ ഗ്യാപ്പ്. നിങ്ങൾ വാട്ട് എവർ യുവർ ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പഠിച്ചാലും എന്തൊക്കെ പഠിച്ചാലും ഇനി പഠിച്ചാലും ഇല്ലെങ്കിലും യു ഷുഡ് ഹാവ് ദാറ്റ് മണി എഡ്യൂക്കേഷൻ. അത് വലിയൊരു ഗ്യാപ്പാണ്. അതിന് എസ്പെഷ്യലി നമ്മുടെ കേരള പോലുള്ള ഒരു സ്റ്റേറ്റിൽ ആ ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യും അത്തരത്തിലൊരു പ്രൊജക്റ്റ്. ഇപ്പം നമ്മൾ ഇന്നലെ മുതൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫിൻകോ വേഴ്സിറ്റി, ഹിസ് ഡ്രീം പ്രൊജക്റ്റ്. സോ ഇബ്നു, വൈ യു ആർ ഇൻ ടു ദിസ് മണി റിലേറ്റഡ് എഡ്യൂക്കേഷൻ? ഞാനത് ചോദിക്കാനും വേറൊരു കാരണമുണ്ട്. അപ്പം നമ്മളൊക്കെ എപ്പോഴും സംസാരിക്കുന്ന സമയത്തും, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇബ്നുവിൻ്റെ തന്നെ ഒരു കോട്ടുണ്ട്, ഇറ്റ്സ് മണി ബ്രിങ്സ് പവർ, വാല്യൂ ബ്രിങ്സ് അബണ്ടൻസ്. അതിന് എപ്പോഴും വാല്യൂസിനൊക്കെയാണ് ടോക്കിലൊക്കെ സ്ട്രെസ് ചെയ്യാറുള്ളത്. പക്ഷേ ആക്ച്വലി യു ആർ വർക്കിംഗ് ഫോർ മണി. ഇപ്പം എന്താ പറയുക, മുന്നേ നടന്ന മണി കോൺക്ലേവ് ആണെങ്കിലും ഈവൻ ദാറ്റ് വേർഡ് ഇസ് യു ആർ യൂസിങ്, യു ആർ സ്ട്രെസ്സിങ്. മണി കോൺക്ലേവ് എന്നുള്ള രീതിയിലാണ് അത് നടത്തിയിട്ടുള്ളത്. ഇനി ഫിൻകോ വേഴ്സിറ്റി ആണെങ്കിലും ഇറ്റ്സ് റിലേറ്റഡ് ടു ഫിൻ ഓർ മണി. അപ്പോൾ എന്തുകൊണ്ട് ഈ മണി എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലേക്ക് ഇതിലേക്ക് സ്വിച്ച് ചെയ്തു? പിന്നെ ചോദിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് ഈ മണി എഡ്യൂക്കേഷൻ എന്നുള്ളത്, അതേപോലെ മണി എന്നുള്ള ഈ വേർഡ് ശരിക്കും എന്താണ് ആളുകൾക്ക് എല്ലാവർക്കും പറയാൻ പൊതുവേ മടിയുള്ള, അതല്ല നമുക്ക് സൊസൈറ്റി നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ്, എപ്പോഴും പണം ഉള്ള ആൾ ഒരു ചിലപ്പോൾ ക്രൂരനോ അല്ലെങ്കിൽ ആ രീതിയിലാണ് നമ്മൾ ഇതാക്കുന്നത്. അതുവേണ്ടി കുറേ തത്വങ്ങൾ ലൈഫിൽ എന്ത് ചെയ്യും കൊടുക്കുകയും ചെയ്യും. നമ്മളെ വീട്ടിൽ നിന്നാണെങ്കിലും എപ്പോഴും ഒരു ഒതുങ്ങി ജീവിക്കാനുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുക. നമുക്ക് നോർമലി നമ്മളെ ലൈഫിൽ സൊസൈറ്റിയും വീടും പേരൻസും ഒക്കെ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളൊരു പേടി. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എത്താൻ പറ്റില്ല. പക്ഷേ എല്ലാ ആൾക്കാർക്കും എന്താണ്, നമ്മുടെ മനുഷ്യനാണ്, ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവുകയും ചെയ്യും, അതിൻ്റെ ബേക്കിൽ ഓടുകയും ചെയ്യും. ഇങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ സ്വന്തം കാര്യത്തിൽ ഒരു 5 രൂപൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ അവർ 5 രൂപക്ക് വിട്ടുവീഴ്ച ചെയ്യാതെ, ഇല്ലെങ്കിൽ ഒരു ബസ്സിക്കറി ടിക്കറ്റ് എടുത്ത് അതിന് 50 പൈസ കടി കൂടുന്ന ആളായിരിക്കും ഈ തത്വങ്ങൾ പറയുണ്ടാവുക. അപ്പം നോർമലി ഈ പണം എന്നുള്ള പേരിനോട് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കും. അതില്ലാത്ത ആൾ എപ്പോഴും എന്ത് ചെയ്യും, അതുള്ള ആളുകളുള്ള അസൂയ കൊണ്ടോ മറ്റോ എന്ത് ചെയ്യും, എപ്പോഴും വേറെ രീതിയിൽ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സമയത്താണ് ഞാൻ മണി കോൺക്ലേവ്, ഞങ്ങൾ ആ ഒരു വലിയ ഇവൻറ്റിന് ആ ഒരു പേരിടുമ്പം ആ മണി മാറ്റണ ഫിൻടെക് സമ്മിറ്റ് അങ്ങനെ പല പേര് ആലോചിച്ചിരുന്നെങ്കിലും ലാസ്റ്റ് മണി കോൺക്ലേവിൽ ഞങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് ആ പേര് തന്നെ നടത്താം എന്നുള്ളത് തീരുമാനിച്ചത്. രണ്ടാമത്തെ ഫിൻകോ വേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മണി എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ്. നമ്മൾ അതിനും മണി എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം എന്ന് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അതായത് പണത്തിനെ പറ്റി പഠിക്കുക എന്നുള്ളതാണ്. ഇത് നോർമലി പണത്തിനെ പറ്റി പഠിക്കുക എന്ന് പറയുമ്പം നമ്മൾ ഓൾമോസ്റ്റ് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരു വീഡിയോ കണ്ട് പഠിക്കും പോലെ അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ നമ്മുടെ ഒരു വെൽത്തിലേക്ക് പോവുക, സമ്പത്തിലേക്ക് പോവുക, ഒരു പണക്കാരനാവുക, റിച്ച് ആവുക എന്നുള്ളത് ഒരു എഡ്യൂക്കേഷൻ്റെ കുറവ് കൊണ്ട് മാത്രമല്ല. എഡ്യൂക്കേഷൻ വേണം, അതിൻ്റെ ഒരു 10% പാർട്ടേ വരുള്ളൂ. ബാക്കി ഒരു 90% 90% വരുന്നത് എന്താണ്, നമ്മളെ ഹാബിറ്റാണ്. ഇപ്പം 10,000 സാലറി കിട്ടുമ്പോൾ ഒരാൾക്ക് ഒരു 100 രൂപ സേവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ 100,000 സാലറി കിട്ടുമ്പോൾ അവൾക്ക് 1000 അല്ലെങ്കിൽ 10,000 സേവ് ചെയ്യാൻ പറ്റൂല. അത് സേവിങ് എന്നുള്ളൊരു ഹാബിറ്റാണ്. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കും എന്താണ്, നമുക്ക് ഇനി കുറച്ചും കൂടി ഉണ്ടാക്കി സേവ് ചെയ്യുക എന്നുള്ളത്.
ഇപ്പം ഈ കാലഘട്ടത്തിൽ എന്താണ് ഒരുപാട് ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് ആണെങ്കിലും പിന്നെ ഗോൾഡ് ആണെങ്കിലും ഒക്കെ നന്നായിട്ട് സേവ് ചെയ്യാനും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും ചെറിയ ഫണ്ട് മാറ്റി വെച്ച് ഇപ്പം കമ്പൗണ്ടിങ് എഫക്റ്റിലൊക്കെ നമ്മൾ 1000 രൂപ ഒരു മാസം മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു 10 കൊല്ലം കണ്ടത് നമ്മൾ വിചാരിക്കാത്ത ലെവലിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ് പിന്നെ എൻ്റെ ഒരു തോട്ട് എന്താണ് പണം എപ്പോഴും എന്ത് ചെയ്യും പവർ കൊണ്ടുവരും നമുക്ക്. പിന്നെ അജ്മൽ സാർ ചോദിച്ചത് എന്താണ് പിന്നെ വാല്യൂസ്. അതായത് പണം നമുക്ക് എപ്പോഴും പവർ മാത്രമേ തരുള്ളൂ, അത് അൾട്ടിമേറ്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ അതിനേക്കാൾ അൾട്ടിമേറ്റ് നമുക്ക് എത്തേണ്ട അബണ്ടൻസ് ആണ്, ഒരു സമൃദ്ധിയിലേക്കാണ്. അപ്പോൾ ഈ സമൃദ്ധിയിലേക്ക് എത്തണമെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യണം, നമുക്ക് വാല്യൂസ് ഉണ്ടാവണം. അതായത് നമുക്ക് പിന്നെ ലൈഫിൻ്റെ ഓരോ തലങ്ങളിലും വാല്യൂസ് ഉണ്ടാവണം. ഇപ്പോൾ ചില ആൾക്കാർ പറയും ബിസിനസ്സിൽ കുറച്ച് വാല്യൂസ് ബിൽഡ് ചെയ്യുക, ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നൊക്കെ. ഞാൻ മനസ്സിലാക്കുന്നത് ഇതും നമ്മളൊരു ഹാബിറ്റായി ശീലിക്കേണ്ട കാര്യം. ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്ന് പറയുമ്പം ആ ട്രസ്റ്റ് അതിലുണ്ടാവണം. അത് ഇപ്പം ഞാൻ എൻ്റെ ഒരു കമ്പനി നടത്തുമ്പം എൻ്റെ കമ്പനിയിൽ ഞാൻ എന്ന വ്യക്തിയിൽ ഈ സത്യസന്ധതയും വാല്യൂസും ഇല്ലെങ്കിൽ അത് എനിക്ക് സ്റ്റാഫിലേക്കോ എൻ്റെ കമ്പനിയിലേക്കോ കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ അടുത്ത് വാല്യൂ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ വാല്യൂസ് ഉണ്ടെങ്കിൽ ഈ അബണ്ടൻസിൽ ഈ സമൃദ്ധിയിൽ എന്ത് ചെയ്ത് പവറും ഉൾപ്പെട്ട്. അപ്പം ഈ വാല്യൂസ് ഉണ്ടെങ്കിൽ വാല്യൂസ് എപ്പോഴും സമൃദ്ധി കൊണ്ടുവരും, അത് ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യും കൊണ്ടുവരും. അപ്പം ഒരു വാല്യൂസും ട്രസ്റ്റും ഒക്കെ എങ്ങനെ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മളുണ്ടാവണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് ഈ പഞ്ചസാര ലയിപ്പിച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചസാര എവിടെ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. ആ ഗ്ലാസിൻ്റെ എല്ലാ ഭാഗത്തും ആ വെള്ളത്തിൻ്റെ എല്ലാ ഭാഗത്തും പഞ്ചസാര ഉണ്ട്. അതുപോലെ ഓരോ വ്യക്തിയിലും ഈ വാല്യൂസ് ഉണ്ടാവണം. ഈ വാല്യൂസേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ അങ്ങോട്ട് പിന്നെ സ്പ്രെഡ് ചെയ്യാനും സ്റ്റാഫിനാണെങ്കിലും സൊസൈറ്റിക്കാണെങ്കിലും ബാക്കിയുള്ള നമ്മളെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും അതിലേക്ക് എന്ത് ചെയ്യും, ഒരു പരിധിവരെ കടന്നു വരും. അപ്പോൾ വാല്യൂസ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകും, നല്ലൊരു സക്സസ്സിലേക്ക് കൊണ്ടുപോകും. അതിൻ്റെ കൂടെ ഈ വെൽത്തും പവറൊക്കെ വരികയും ചെയ്യും. ഇതാണ് ഞാൻ അതിൽ മനസ്സിലാക്കുന്ന എൻ്റെ ഒരു കാഴ്ചപ്പാട്. താങ്ക് യു ബിനു. ആൻഡ് ഫൈസൽ സാർ, ഇപ്പം ഫൈസൽ സാറെ കേസിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം യൂത്തിനാണ് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സ്കൂളിങ് കഴിഞ്ഞ ഉടനെ കോളേജിലേക്ക് പോകുന്നു, ആ ഒരു കാറ്റഗറി ആളുകൾ മാത്രമാണ് എഡ്യൂക്കേഷൻ എടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് അവർ ജോലി ചെയ്യണം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം. പിന്നീട് പഠനം എന്ന് പറഞ്ഞൊരു സംഭവം ഇവരുടെ ആരുടെയും ലൈഫിലില്ല. പ്രൊഫഷണൽസ് ആണെങ്കിലും ശരി, ബിസിനസ്സുകാരാണെങ്കിലും ഒക്കെ ശരി, പിന്നീടുള്ളൊരു പഠനം എന്ന് പറഞ്ഞൊരു സംഭവമല്ല. സോ ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൾച്ചർ, എസ്പെഷ്യലി ബിസിനസ്സുകാർക്ക് ഇടയിൽ, ഓൺടർപ്രണേഴ്സിൻ്റെ ഇടയിൽ അത്തരത്തിലൊരു കൾച്ചർ കൊണ്ടുവരാൻ വളരെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള ആ ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഫൈസൽ സാറും അല്ലെങ്കിൽ ഫൈസൽ സാർ ബി സ്കൂൾ. അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഫൈസൽ സാറുടെ ആ ഒരു എഡ്യൂക്കേഷൻ മോഡലിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും കേട്ടിട്ടുള്ളതും പുള്ളിയുടെ കേസ് സ്റ്റഡീസ് ബേസ് ചെയ്തിട്ടുള്ള ടീച്ചിങ് ആണ്. ഒരുപാട് കേസ് സ്റ്റഡീസിലൂടെയാണ് പുള്ളി ഇങ്ങനെ ആളുകളെ, അത് പുള്ളിയുടെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പം അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളല്ല, ഓൾ ഓഫ് ദം ആർ ഇൻ ടു സം കൈൻഡ് ഓഫ് ബിസിനസ് സംഭവം. പലരും പല രീതിയിലും, ഇനി കേരളത്തിലായിക്കോട്ടെ മിഡിൽ ഈസ്റ്റിലായിക്കോട്ടെ, ബിസിനസ്സിൽ ഓൾറെഡി ഉള്ള ആളുകളാണ്. പല സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാർ അതിലുണ്ട്, അല്ലെങ്കിൽ പല പുള്ളി അനുഭവങ്ങളുള്ള ബിസിനസ്സുകാരുണ്ട്. അവിടേക്ക് മുമ്പിൽ കേസ് സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ടാണ് പുള്ളിയുടെ ഒരു ടോട്ടൽ ടീച്ചിങ് സ്റ്റൈൽ ഉള്ളത്. ഇനി അതിൻ്റെ ഒരു എക്സ്ട്രീം കേസ് എത്ര വെച്ചാൽ, റീസെൻ്റ്ലി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പുള്ളി കേസ് സ്റ്റഡീസ് പഠിപ്പിച്ച് ഇപ്പോൾ പുള്ളിയുടെ സ്റ്റുഡൻസ് തന്നെ കേസ് സ്റ്റഡീസ് ആയിട്ട് പല പബ്ലിക്കേഷൻസിലൊക്കെ വന്നു. ഇപ്പോൾ റീസെൻ്റ്ലി കോട്ട്ലറിൽ റോയൽ ഡ്രൈവ് മുജീബ് ഖാനെ കുറിച്ചുള്ള ഒരു കേസ് സ്റ്റഡി അതിൽ വന്നു. അപ്പം ഫൈസൽ സർ, so how you create such a like trend in Kerala? Assalamu alaikum, namaskaram, good evening to you all. Thanks for having me here. അതൊരു ഔട്ട് ഓഫ് നെസസിറ്റി എന്ന് വന്നതാണ് അജ്മൽ, ടു ബി പ്രിസൈസ്. ഇപ്പോൾ ജല ഒരുപക്ഷെ എനിക്ക് തോന്നത്രം ഒരുപക്ഷെ ഒരു മോസ്റ്റ് പവർഫുൾ വിഷനായിട്ടായിരിക്കും ജല ഇരിക്കുന്നത്. കാരണം നമ്മളൊക്കെ ഒരു MBA എഡ്യൂക്കേഷനിൽ പലപ്പോഴും എന്താ പറയുക, ഒരു ഡീക്ലട്ടറായിട്ട് നടക്കുന്ന സാധനമാണ് ഒരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ. ഞാൻ ഫാദർ എന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിപ്പിച്ചുകൊണ്ട് ഞാൻ സ്ലോലി അതിലേക്ക് സ്ലിപ്പ് ഇൻ ചെയ്തതാണ്. പക്ഷെ എൻ്റെ ബ്രദറിനേക്കാൾ നന്നായിട്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ നമുക്ക് ബെഞ്ചമിൻ ഗ്രഹാമിനെ, അല്ലെങ്കിൽ എന്താ പറയുക ബക്ഷീർ ഹാത്മാൻ്റെ വാറൻ ബുഫറ്റിനെ, അല്ലെങ്കിൽ ഇപ്പോൾ ടു സം എക്സ്റ്റെൻറ്റ് എന്താ പറയുക മറ്റേ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോയുടെ ഉപജ്ഞാതാവായ അദ്ദേഹത്തിൻ്റെ പേര് മറക്കുകയാണ്. ഇവർ 3 പേരുമാണ് നമുക്ക് യൂണിവേഴ്സിറ്റി തലത്തിലല്ലാതെ ഡിഫറെൻ്റായിട്ട് ഈ തരത്തിൽ എഡ്യൂക്കേഷൻ തരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത്രം ജല ആ ഒരു കാര്യത്തിൽ വലിയൊരു ട്രെൻഡാണ് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നത്. പക്ഷേ കേരളം അത് എടുക്കുന്ന ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഫൈസൽ സർ, 1 second, he is leaving, he is having one hospital emergency. Okay, it's okay, thank you. സോ രണ്ടാമത്തെ കാര്യം, ബി സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനം ഫൗണ്ട് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു വിഷമമായിരുന്നു അത്. കാരണം ബി സ്കൂൾ ഫൗണ്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതേണ്ടിയിരുന്നു. അപ്പം
എൻ്റെ കൂട്ടുകാരൊക്കെ എന്നോട് പറഞ്ഞു ഒരു നെറ്റിൽ നിന്ന് കോപ്പി അടിച്ചാൽ മതിയില്ല അതിൻ്റെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നില്ലേ. അപ്പം ഞാൻ ഇനോ ഒരു ഓതൻറ്റിക് ആളാണ്. അപ്പോൾ ഞാൻ കരുതി എങ്ങനെയാണ് ഒരു മിഷൻ ഞാൻ അറിയാതെ അത് നെറ്റിൽ നിന്ന് കോപ്പി അടിക്കുകയാണെന്നില്ല. അപ്പം നെറ്റിൽ നിന്ന് കോപ്പി അടിക്കാതെ ആ മിഷൻ ഒരു 2 വർഷത്തേക്ക് എഴുതിയില്ല. അപ്പോൾ അതിലെനിക്ക് ഫസ്റ്റ് അനുഭവപ്പെട്ടൊരു കാര്യവും പിന്നെ എന്നോട് ബ്രിട്ടീഷുകാർ പറഞ്ഞാണ്, അതായത് ഒരു ബാക്ക്വേർഡ് നാട്ടിലാണ് നിങ്ങൾ ഈ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നത്. മലപ്പുറം ജില്ലയിൽ അവിടുത്തെ ഒറ്റ കുട്ടികൾ അതിൽ പാസ്സാവില്ല എന്നില്ല. അതെന്നെ വല്ലാതെ വൂണ്ട് ചെയ്തു. കാരണം ബേസിക്കലി ഐ ആം ഫ്രം തിരൂർ. ഞാൻ ഈ നാടിൻ്റെ ഓക്സിജനാണ് വിശ്വസിക്കുന്നത്, ഈ നാടിൻ്റെ ഭക്ഷണമാണ് കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ നാടിനെ കുറിച്ച് അങ്ങനെ ഒരു അൺറൈറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു, ഒരു സ്വീറ്റ് ഇതുണ്ടായിരുന്നു, അത് ഒന്ന് മാറ്റി തിരുത്തണം എന്നില്ലേ. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് തോന്നിയിടത്തോളം ശിഹാബങ്ങളായിരുന്നു. മുഹമ്മദ് അലി ശിഹാബങ്ങൾ നമ്മളോട് പറഞ്ഞു, ഇവിടെ IIT IIM ഇങ്ങനെ കുറേ സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മിക്കവാറും എല്ലാം ആവറേജ് ആൾക്കാരാണ്. അപ്പോൾ ഈ ആവറേജ് ആൾക്കാർ ട്രാൻസ്ഫോം ചെയ്യുന്ന സ്ഥാപനമാണ് സത്യത്തിൽ നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത്. പിന്നെ അദ്ദേഹം പറഞ്ഞ വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഈ നാട്ടിലൊരു 80% 90% സ്ഥാപനങ്ങൾ തുടങ്ങിയത് ഈ IIT-ക്കാരും IIM-കാരും ഒന്നുമല്ല, അതൊക്കെ ഈ നാട്ടിലെ ഓൺട്രപ്രനേഴ്സാണ് സ്റ്റാർട്ട് ചെയ്തത്. അവരുടെ പ്രയത്നമാണ് നിങ്ങൾ ഈ കാണുന്ന സ്ഥാപനങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് തറച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്, ഒരു 2 വർഷത്തിന് ശേഷം ഫസ്റ്റ് തന്നെ എഴുതപ്പെട്ട അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് കുട്ടികൾ ഒരു ഗ്ലോബൽ സ്കില്ല് കൊടുക്കുന്ന സ്ഥാപനമായിട്ട് അത് നിലനിൽക്കുക എന്നില്ലായിരുന്നു ഫസ്റ്റ് തോന്നിയ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ ഒരു സാധനം ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു കാര്യം, അത് നിലനിൽക്കണമെങ്കിൽ ഇൻ ആൻഡ് അറൗണ്ട് കോളേജസും സ്കൂൾസൊക്കെ നന്നാവണം. അപ്പോൾ ആ സ്കൂൾസിനെയും കോളേജിനെയും ഒബ്സലീറ്റ് ആയിട്ടുള്ള സിലബസിനെ മാറ്റി, ഒബ്സലീറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ മാറ്റി അതിനെ ട്രാൻസ്ഫോം ചെയ്യലായിരുന്നു രണ്ടാമത് സെറ്റ് ചെയ്തത്. മൂന്നാമത് ഞാൻ പലപ്പോഴും കുടുങ്ങിപ്പോകുന്ന സാധനം അതാണ്, അതായത് ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ആൾക്കാർ ഒരു ലേസി ജോബായിട്ടാണ് കാണുന്നത്. അതിൽ ഒരു ട്രൂലി റിസർച്ച് പ്രൊഫഷണൽസിനെയാണ് കിട്ടേണ്ടത്, ടീച്ചിങ് പാഷനേറ്റ് ആയ ആൾക്കാരാണ് കിട്ടേണ്ടത്. അപ്പോൾ അത് ഞാൻ ഐ എം സ്റ്റിൽ സെർച്ചിങ് ഫോർ ഇറ്റ്. എനിക്ക് കുറച്ച് ആളുകൾ വന്നിട്ടുണ്ടെങ്കിലും കൂടുതൽ ആളുകളും അതിനൊരു വേറൊരു സംഭവമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരെ ട്രൂലി ഒരു ചേഞ്ച് ചാമ്പ്യൻസും അതേപോലെ തന്നെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആക്കലാണ്. നാലാമത്തെ ഒരു സാധനമായിരുന്നു ഞാൻ എഴുതിയത് ശിഹാബങ്ങളിൽ പറഞ്ഞ സാധനം, അതായത് ഇൻ ആൻഡ് അറൗണ്ട് ഓൺട്രപ്രനേഴ്സിനെ എന്താക്കുക, അവരുടെ സിസ്റ്റം ബിൽഡിങ്ങിലും അവരുടെ വിഷൻ ബിൽഡിങ്ങിലും അവരെ ട്രൂലി ഒരു ഗ്ലോബൽ കമ്പനീസ് ആക്കിയിട്ട് ട്രാൻസ്ഫോം ചെയ്യാന്നില്ലേ. അപ്പോൾ പലപ്പോഴും ബി സ്കൂളിലെ കുട്ടികളുടെ എക്സാംസ് ഒക്കെ പ്രൊജക്റ്റുകളാണ്, നമ്മൾ കമ്പനികളിലേക്ക് വരെ വിടും. ഒരിക്കൽ പോലും കുട്ടികൾ എന്താവില്ല, ഒരു പ്രൊജക്റ്റ് കഴിഞ്ഞാൽ ഒരു ഓൺട്രപ്രനറായിട്ട് ഒരു ചായ ഇട്ടിട്ട് അദ്ദേഹത്തിന് കമ്പനിന് ഒരു ഫീഡ്ബാക്ക് കൊടുക്കില്ല. എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. ഞാൻ എപ്പോഴും അവരോട് പറയും, അവരെത്ര ഇഷ്ടപ്പെടുന്നുണ്ടാവും അറിയാം, അവരെ കമ്പനിയുടെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ കൊടുക്കുമ്പോഴെന്നില്ല. അപ്പോഴെനിക്ക് ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് 90% കുട്ടികളും മലപ്പുറം ജില്ലയിൽ വരുന്നത് ഇത് ജസ്റ്റ് കം ഫോർ എ സർട്ടിഫിക്കറ്റ്, കുറച്ച് ഒരു ക്യാമ്പസിൽ കുറച്ച് അടിച്ചു പൊളിക്കുക, ഈ ഒരു ചിന്തയിൽ 1, 2, 3 കുട്ടികളായിരിക്കും. അപ്പോൾ ഇതിനാരെ ബ്ലെയിം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ സ്കൂൾസിനും അവർ പഠിച്ച 10ാം ക്ലാസ്സിനും +2-നൊക്കെ ബ്ലെയിം ചെയ്യേണ്ടത്. ഇവർക്ക് എവിടുന്നാണ് ഈ ലേണിങ്ങിൻ്റെ താല്പര്യം പോയത്, ഇവർക്ക് എവിടുന്നാണ് ഒരു സർട്ടിഫിക്കറ്റിനും കോളേജ് പലപ്പോഴും ഒരു എൻജോയ്മെൻറ്റിൻ്റെ മാത്രമായിട്ടുള്ളൊരു സ്ഥാപനമാക്കി മാറ്റുന്നതെന്നില്ല എന്നെപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട്. അങ്ങനെയാണ് ഞാൻ ഒരു പ്രാവശ്യം ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് ഒരു വർക്ക്ഷോപ്പ് വെച്ചത്. അപ്പോഴാണ് എനിക്ക് വേറെ വലിയൊരു കാര്യം മനസ്സിലായത്, ബിസിനസ്സുകാർക്കാകെ പർച്ചേസ് സെയിൽസ് പറയുള്ളൂ, ബാക്കിയൊന്നും അറിയില്ല എന്നത്. ആ ഒരു പ്രശ്നത്തിൽ നിന്നായിരുന്നു പിന്നെ SMEയുടെ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അറൗണ്ട് 14 to 15 years നമ്മൾ ചെയ്ത റിസർച്ചിൻ്റെ കുറേ ഫ്രൂട്ടീഷനാണ് ബിസിനസ്സുകാർക്ക് കൊടുക്കുന്നത്. ഒരു ബിസിനസ്സുകാരൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവൻ ആദ്യമായിട്ട് മാറ്റണം, നിങ്ങൾ അവൻ്റെ ലൈസൻസ് നോക്കിയാൽ മതി. ഏറ്റവും ഉടായ്പകൾ ഉണ്ടാക്കുന്ന ലൈസൻസ് LLP ആയിരിക്കും, അതിനേക്കാൾ ഉടായ്പ ഉണ്ടാക്കുന്ന ലൈസൻസ് പ്രൊപ്രൈറ്റർഷിപ്പ് ആയിരിക്കും. അവന് ലൈസൻസിൽ ഡയല്യൂട്ട് ചെയ്യുന്നിടത്തോളം അവന് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ അവരിൽ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു കാര്യം, ഇവർക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ ടീം വേണം. ടീം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഒരു വീട്ടിലെ ഏറ്റവും വലിയ ലീഡർ ഗ്രാൻഡ് ഫാദറാണ്. ഗ്രാൻഡ് ഫാദർ ആ വീട്ടിലെ സ്ത്രീകളെയും പിന്നെ പുരുഷന്മാരെയും ചെറിയ കുട്ടികളെ വരെ മാപ്പ് ചെയ്യും. അപ്പോൾ ഒരു ബിസിനസ് ലീഡർ ആണെങ്കിൽ അവന് ബേസിക്കലി ടീം വേണം. അപ്പോൾ ഈ ടീമിനെ മാസ്റ്റർ ചെയ്യണമെങ്കിൽ ഭയങ്കര കഴിവാണ്. ബിസിനസ്സുകാരുടെ ഏറ്റവും വലിയൊരു ബേസിക് ആയിട്ടുള്ള പ്രശ്നം, എന്നോടൊരു ബിസിനസ്സുകാരൻ ഇവിടുത്തെ പെരിന്തൽമണ്ണയിലെ പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലിൻ്റെ ഓണർ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു കൺസൾട്ടൻസി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഉണ്ടാക്കുന്ന കൺസൾട്ടൻസി റിപ്പോർട്ട് ഞങ്ങൾക്ക് തരാം, പക്ഷേ ആ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ അതിൽ യൂസ് ചെയ്ത ടൂളുകൾ നിങ്ങൾ ശരിക്ക് അപ്ലൈ ചെയ്യുമോ, ഒരു 6 months കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ചെയ്ത് നിങ്ങൾ ചെയ്യുമോ കറക്റ്റ്, അതോ നിങ്ങളത് അട്ടത്ത് വെക്കുമെന്ന് വെച്ച്. അപ്പോൾ അദ്ദേഹം ചിരിച്ചു. ഞാൻ പറഞ്ഞു, ബിസിനസ് 2 രീതിയിലാണ്. ചില ആൾക്കാർ ഫേക്ക് ചെയ്യും, നമ്മളെ കോട്ടും സൂട്ടൊക്കെ ഉണ്ടാവും അവന്,
പക്ഷേ ഹി ഫേക്സ്. അവന് BMW ഒരു ബവേറിയൻ മോട്ടോർ വർക്ക്സിൻ്റെ കാറിലായിരിക്കും വരുന്നത്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടി അവൻ എന്താവും നമ്മളെ മുന്നിൽ ഫേക്ക് ചെയ്യും. നിങ്ങൾ ഓതൻറ്റിക് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഓതൻറ്റിക് ആണ്. അപ്പോൾ ഞാൻ ചോദിച്ചു രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രം അറിയുമെന്ന് പറയാം അല്ലെങ്കിൽ പറയേണ്ടതെന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങൾ ഉണ്ടാക്കുന്ന റിപ്പോർട്ടിൽ ഒരു കാര്യങ്ങളും എനിക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾ ക്ലാസ് റൂമിൽ വരുന്നില്ലേ. ക്ലാസ് റൂമിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു ഗുണം ശരിക്കും പ്രൊഫസർ എന്താ പറയുക ജെയിംസ് എഫ് സ്റ്റോണറാണ് ആദ്യമായിട്ട് ഒരു ബിസിനസ്സുകാരൻ ലീഡർഷിപ്പ് എടുക്കേണ്ടത് എക്സ്പെർട്ടൈസ് ആൻഡ് റെഫറൽ പവർ എന്നാണെന്നല്ലേ. അതേസമയത്ത് ഒരു ബിസിനസ്സുകാരൻ ലെജിറ്റിമേറ്റ് പവർന്നും അതേപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പോസിറ്റീവ് പവർ ആൻഡ് നെഗറ്റീവ് പവർ എന്ന് ലീഡർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. ഇപ്പോൾ ഞാൻ പറയാം ഹിറ്റ്ലർ അല്ലെങ്കിൽ എന്താ പറയുക ജോർജ് ബുഷ്, ഇവരൊക്കെ ഒരു നെഗറ്റീവ് പവർന്ന് ലീഡർഷിപ്പ് എടുത്ത ആൾക്കാരാണ്. ഒരു സൊസൈറ്റിനെ അവിടുത്തെ ഒരു അവശ്യ വിഭാഗത്തിനെ കംപ്ലീറ്റ് അടിച്ചമർത്തിയാണ്ട് അവരെ രക്തത്തിന്മേൽ ലീഡർഷിപ്പ് എടുത്ത ആളാണ് ഹിറ്റ്ലർ. അദ്ദേഹം മാക്സിമം യൂസ് ചെയ്ത പവർ നെഗറ്റീവ് പവറാണ്. ആ ജർമ്മൻസിന് അദ്ദേഹം എല്ലാ പോസിറ്റീവ് കോൺട്രിബ്യൂഷനും കൊടുത്തു. പക്ഷെ ജ്യൂസിനെയും അവിടുത്തെ സെക്യുലറിസ്റ്റിനെയും കാത്തലിക്സിലൊക്കെ സംബന്ധിച്ച് ഭയങ്കര നഷ്ടമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർക്ക് ഹിറ്റ്ലറുടെ ഭരണം. അതേസമയത്ത് ലെജിറ്റിമേറ്റ് പവർ എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലർ പ്രസിഡന്റ് ആയാലും എല്ലാവരും ചാൻസലറായ ഹിറ്റ്ലർ എല്ലാവരും അനുസരിക്കണം. എന്നിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസ് ആൻഡ് റെഫറൽ പവർ ഉണ്ട്. അതാണ് സത്യത്തിൽ ലീഡർഷിപ്പിലെ ഏറ്റവും ബെസ്റ്റ് പവർ. ഞാൻ പറഞ്ഞല്ലോ പ്രൊഫസർ ജെയിംസ് എഫ് സ്റ്റോണിൻ്റെ വാക്ക് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ്റെ എക്സ്പെർട്ടൈസ് പവർ എന്തിലായിരിക്കണം എന്ന് പറഞ്ഞാൽ അവന് സെയിൽസ് അറിയണം, അവന് ബ്രാൻഡിങ് അറിയണം, അവന് റിലേഷൻഷിപ്പ് മാർക്കറ്റിങ്ങിൻ്റെ CRM അറിയണം. ഇതറിഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സുകാരൻ ഫസ്റ്റ് കുത്തിൽ സെയിൽസ് ആയിരിക്കും. കാരണം സെയിൽസ് വന്നു കഴിഞ്ഞാൽ അവന് റവന്യൂ വന്നു കഴിഞ്ഞാൽ അവന് അക്കൗണ്ടിങ് നോക്കുക. അപ്പോൾ അവന് അക്കൗണ്ടിങ് അറിയണം, ലോങ് ടൈം ക്യാപിറ്റൽ റേസ് ചെയ്യാൻ അറിയണം. ഈ രണ്ട് ഫംഗ്ഷനും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബിസിനസ് സസ്റ്റൈനബിൾ ആവണമെങ്കിൽ അവൻ്റെ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ സർവീസിന് ക്വാളിറ്റി വേണം, അല്ലെങ്കിൽ നിലനിൽക്കില്ല. അപ്പോൾ ഒരു ഓപ്പറേഷൻസ് ആയാലും പ്രൊഡക്ഷൻ ആയാലും ഒരു ക്വാളിറ്റേറ്റീവ് മാനേജ്മെൻറ്റ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനൊരു കഴിവ് അവന് വേണം. അത് ഉണ്ടെങ്കിൽ തന്നെ ഈ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സസ് ഉണ്ടാക്കുന്ന എംപ്ലോയീസിനെ ലോക്ക് ചെയ്യണം, നല്ലൊരു പെർഫോമൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഒരു HR സിസ്റ്റം വേണം. അപ്പോൾ ഈ 4 ഫംഗ്ഷനും ഭയങ്കര ഇൻ്റർകണക്റ്റഡ് ആണ്. ഇതിനെ ഫിസിക്കലി കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഇതിനെ ഡോക്യുമെൻ്റ് ആക്കാൻ പറ്റും ഇലക്ട്രോണിക്കലി. ഇത് പലപ്പോഴും ബിസിനസ്സുകാർക്ക് മിസ്സാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ബിസിനസ്സുകാരൻ ബേസിക്കലി ഒരു അച്ചീവർ കാറ്റഗറിയിൽ നിന്ന് മാറിയിട്ട്, അതായത് തൻ്റെ വണ്ടി എടുക്കുക, തൻ്റെ മുറ്റ ഇൻ്റർലോക്ക് ആക്കുക, പൈസ കൂടി കഴിഞ്ഞാൽ പറമ്പ് ഇൻ്റർലോക്ക് ആക്കുക, 4 ടോയ്ലറ്റിൽ 8 ടോയ്ലറ്റ് ആക്കുക, ഇതിൽ നിന്ന് മാറിയിട്ടൊരു ബിസിനസ്സുകാരൻ തിങ്കർ കാറ്റഗറിയിലേക്ക് മാറുകയാണെങ്കിൽ, തിങ്കർ കാറ്റഗറി വാട്ട് ഐ മീൻ ടു സേ ഈസ് ലൈക്ക് അവന് കരുതുകയാണ് എനിക്ക് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഒരു സെയിൽസ് സിസ്റ്റം വേണം, എൻ്റെ ബ്രാൻഡ് ലോകത്തിൽ ഗ്ലോബലി പോകാൻ ഞാൻ ആഗ്രഹിക്കണം, എൻ്റെ ബ്രാൻഡ് ഗ്ലോബലി പോകണം. പക്ഷേ നൈക്കിൻ്റെ പോലെ, നെസ്ലയുടെ പ്രൊഡക്റ്റിൻ്റെ പോലെ, അതേപോലെ തന്നെ ബവേറിയൻ മോട്ടോർ വർക്ക്സ് BMW ഒരു കാറിൻ്റെ പോലെ ലോകത്തിൻ്റെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസിന് വേണ്ടി ആൾക്കാർ കൊതിക്കണം, അതിൽ ക്വാളിറ്റി ഉണ്ട് എന്ന് അവർ വിശ്വസിക്കണം. അങ്ങനത്തെ ഒരു HR ലൈഫ് ലോങ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സുകാരനാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇവന് ബാക്കിൽ ഫയറിലൊരു ബിസിനസ്സുകാരനാണ്. അത്തരത്തിൽ ബിസിനസ്സുകാർ ഭയങ്കര മാറ്റം ഉണ്ടാക്കും. ഇത് ഞാൻ പറയുന്നതല്ല, ബേസിക്കലി ലോകത്തെ ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂട്ടീവ് ലീഡർഷിപ്പിനെ കുറിച്ച് പഠിച്ച ഗുരുവാണ് ആരാണ്? ജിം കോളിൻസ്. ജിം കോളിൻസിൻ്റെ വാക്കനുസരിച്ച് അദ്ദേഹം ഗുഡ് ടു ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ട് ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിനെ പിന്നെ ഹാർവർഡ് ബിസിനസ് റിവ്യൂ എന്തായി അവരുടെ റിസർച്ച് പേപ്പറിൽ അത് വരുത്തി. ഇന്നും നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലീഡർഷിപ്പ് നോക്കുകയാണെങ്കിൽ ലെവൽ 4 ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ സാധനമാണ്. ഒരു ബിസിനസ്സുകാരൻ HR മാർക്കറ്റിംഗ് ഫിനാൻസ് ഓപ്പറേഷൻ IT R&D CEOൻ്റെ ആംഗിൾ ഭയങ്കര കമ്പൽസറിയാണ്. പക്ഷെ മിക്കവാറും ഇവിടെ ഇരിക്കുന്ന ഓണ്ടർപ്രീനേഴ്സിനൊക്കെ ഒന്നുകിൽ സെയിൽസോ അക്കൗണ്ടിങ്ങിൻ്റെ സ്കില്ലായിരിക്കും. അപ്പോൾ ഒരു തിങ്കർ കാറ്റഗറിയിലെ ബിസിനസ്സുകാരനാണ് ഈ ഫംഗ്ഷൻസിലേക്കൊക്കെ പോവുക. ഇനി ഇവന് ഗ്രോ ചെയ്യണമെങ്കിലോ ഇതേ കാറ്റഗറിയിൽ ഒരു 8-10 ഇവന് ഒന്നുകിൽ പ്രസവിക്കണം, അല്ലെങ്കിൽ എന്താക്കണം, അവൻ്റെ ഒപ്പം കൂട്ടണം. ഇന്നലെ ഇവന് എറണാകുളത്ത് പോകാൻ പറ്റുള്ളൂ, ഇവന് തിരുവനന്തപുരത്ത് പോകാൻ പറ്റുള്ളൂ. അവിടെയാണ് ഇവന് രണ്ടാമത്തെ പരാജയം. കാരണം ഒരു ബിസിനസ്സുകാരൻ ബേസിക്കലി ഇപ്പം ജലസർ പറഞ്ഞ പോലെ തന്നെ അവന് വാല്യൂ ഇല്ല, അവനൊരു വുമണൈസറാണ്, അല്ലെങ്കിൽ അവനൊരു വാട്ട് ടു സേ അവനൊരു നുണ പറയുന്നവനാണ്, അല്ലെങ്കിൽ അവനെ റിലയബിൾ ആക്കാൻ പറ്റൂല, അല്ലെങ്കിൽ അവനൊരു പ്രൊഡക്റ്റോ സർവീസോ കൊടുക്കുമ്പോൾ കസ്റ്റമറിനെ വഞ്ചിക്കുകയാണെങ്കിൽ അവൻ്റെ എംപ്ലോയീസിനെ അവൻ ആദ്യം ഡിസ്ട്രസ് ചെയ്യും. അപ്പോൾ ഒരു നല്ല കോർ ടീമിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ബേസിക്കലി ഈ XCMBA ക്ലാസ്സുകളിലൊക്കെ അതാണ് ട്രൈ ചെയ്യുന്നത്. പിന്നെ ഇവരുടെ ഏറ്റവും വലിയ ലേണിംഗ് നടക്കുന്നത്, ഞാൻ നിൽക്കുന്ന സ്ഥലം കേരളമാണ്. കേരളത്തിലെ മലയാളീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബേസിക് ഐഡൻറ്റിറ്റി നമ്മൾ ദ്രാവിഡിയൻ ബ്ലഡാണ്. നമ്മൾ സത്യത്തിൽ തമിഴന്മാരിൽ നിന്നുണ്ടായൊരു കൂട്ടാണ്. ചേരനും എന്താ പറയുക ചോളനും ഇവരൊക്കെ വന്നിട്ട് നമ്മളെ കുറേ കാലം, നമ്മളെ മലയാളത്തിൻ്റെ ഒരു 80%. ഇപ്പോൾ നമ്മൾ തമിഴ്നാട് പോയി കഴിഞ്ഞാൽ തമിഴ് ഭാഷ നമുക്ക് മനസ്സിലാവുന്നത്, നമ്മളെ തായ്മൊഴി തമിഴാണ്. അപ്പോൾ നമുക്കൊരു തമിഴ് കൾച്ചറിൻ്റെ ഭാഗമാണ് നമ്മൾ ഓരോ മലയാളീസും. അപ്പോൾ എനിക്ക് തോന്നിയിടത്തോളം നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു പക്ഷേ ഈ ദ്രാവിഡിയൻസിനെ നമ്മൾ കുറിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ആഫ്രിക്കയിൽ നിന്ന് വന്നൊരു വംശമാണ് നമ്മൾ.
അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗോഡായ ശ്രീകൃഷ്ണന് എമത്തീസ് കളറാണ്, കാർവർണ്ണനാണ്, നമ്മൾ കറുത്ത വർഗ്ഗക്കാരാണ്. പിന്നെ നമ്മളെ പിടിപ്പിച്ച് യക്ഷി വെള്ള കളറാക്കിയതും വെളുത്ത പെയിൻ്റൊക്കെ അടിപ്പിച്ചതൊക്കെ ഒരുപക്ഷെ ബ്രിട്ടീഷുകാരായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ മലയാളി ഭയങ്കര കോസ്മോപൊളിറ്റനാണ്. ഈ ദ്രാവിഡിയൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള ബ്യൂട്ടി കമ്പയർഡ് ടു ദ നോർത്ത് ഇന്ത്യൻ ആര്യൻസിനോ ഒരാൾക്കാരെ ഭയങ്കര അക്സെപ്റ്റിംഗ് ആണ്, ആൾക്കാരുടെ അടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. അപ്പം നമ്മളെപ്പോലത്തെ ആൾക്കാരെ ഭയങ്കര ആവശ്യമാണെന്ന് ലോകത്ത്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യ എന്ന് വന്നിട്ടുള്ള ഈ ആൾക്കാർ. അപ്പോൾ എനിക്ക് തോന്നിയിടത്തോളം ഞാൻ ജലസാറ ബാച്ചിനായിട്ടായിരുന്നു ആദ്യം വരെ ഈസ്റ്റ് ആഫ്രിക്കയിലൊക്കെ കൊണ്ടുപോയത്. കാരണം നമുക്ക് അഭേദ്യമായ കണക്ഷനിൽ ഒരു പ്ലേസാണ് ഈസ്റ്റ് ആഫ്രിക്ക. അവിടെ ഇപ്പം ആ ബാച്ച് എന്താക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിദ്ര ഹോസ്പിറ്റൽ ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത്തെ അവിടെ ഒരു ലോഗൻ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി ബിൽഡ് ചെയ്തു. അതേപോലെ തന്നെ ലോഗൻ്റെ ഒരു എന്താ പറയുക, ഒരു ലോഗൻ്റെ ഹോൾഡിംഗ് കമ്പനി അവർ ഈ നാട്ടിൽ ക്രിയേറ്റ് ചെയ്തു. കാരണം പലപ്പോഴും +2 ആയാലും ഡിഗ്രി ആയാലും ആ കുട്ടികൾ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടുകൂടി അവരുടെ നെറ്റ്വർക്ക് പോയി. പക്ഷേ എക്സിക്യൂട്ടീവ് MBAയിലെ കുട്ടികൾ എന്താക്കും എന്ന് പറഞ്ഞാൽ അവർ 45 ബിസിനസ്സുകാരെ ഒരു ഹോൾഡിംഗ് കമ്പനി ഉണ്ടാക്കും. എന്നിട്ട് അവരുടെ ഫാമിലികൾ, അവരുടെ കുട്ടികളൊക്കെ നമ്മൾ മിക്സ് ആക്കും. അങ്ങനെ അതിലൂടെ ഉണ്ടായ ബാച്ചിൻ്റെ ഒരു റിസൾട്ട് ഞാൻ പറഞ്ഞത്. ഗൾഫിലെ ബാച്ച് എന്തായെന്ന് പറഞ്ഞാൽ സദേൺ ആഫ്രിക്ക പോയി, ബോട്സ്വാന, സാംബിയ, സിംബാബ്വെ, സൗത്ത് ആഫ്രിക്ക, ഈ 4 രാജ്യങ്ങൾ പോയിട്ട് നമ്മളെപ്പോഴും കേരളത്തിൻ്റെ യൂസഫലിനെ കേട്ടിട്ടുള്ളൂ. പക്ഷേ ആഫ്രിക്കയുടെ യൂസഫ് അലി ഉണ്ട്, രാമേന്ദ്രേട്ടൻ ഒല്ലൂരിലില്ലേ, അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം പോയത്. ഒരു മലയാളി, 20,000 എംപ്ലോയീസ്, അദ്ദേഹത്തിൻ്റെ കോർ ടീമിൽ 40 അംഗങ്ങൾ, ബൂവേഴ്സ്, ഡച്ച്, ആംഗ്ലോ സാക്സൺസ്, ജർമ്മൻസ് ഒക്കെ ഇല്ലേ ഒരു മലയാളി, ഏകദേശം 600 ഹെക്ടർ കാറ്റൽ റാഞ്ചൊക്കെ ഒരു മനുഷ്യൻ, കാറ്റലല്ല മൃഗങ്ങളെ റാഞ്ചൊക്കെ മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ് പോയത്. അപ്പോൾ അവിടെ ഇപ്പോൾ അവരെന്താക്കുന്നുണ്ട്, സദേൺ ആഫ്രിക്കനെ പഠിച്ചു തുടങ്ങിയവർ. അതേ ബാച്ചിൽ നിന്ന് തന്നെ പിന്നെ നമ്മൾ സിൽക്ക് റൂട്ട് കൊണ്ടുപോയി അവരെ, സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്, ലൈക്ക് കൺട്രീസ് ലൈക്ക് കസാഖിസ്ഥാൻ, പിന്നെ താജിക്കിസ്ഥാൻ, പിന്നെ ഒരു രാജ്യം ഉണ്ടായിരുന്നു ഉസ്ബെക്കിസ്ഥാൻ. അവിടുത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ട് നമ്മൾ എന്താക്കി ടോക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ കാണുന്നത് അവിടെ ഒരു പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ റീജിയനെ കുറിച്ച് ധാരാളം പഠിപ്പിക്കാനാണ്. ഈ റീജിയനെ കുറിച്ച് ധാരാളം പഠിപ്പിക്കുന്നിടത്തോളം എക്സ്പോർട്ട് ബിസിനസ് ഉണ്ടാവും. ഇപ്പോൾ ഗൾഫിലെ ലാസ്റ്റ് ബാച്ചിനായിട്ട് ഞാൻ സൗത്ത് ആഫ്രിക്കയിലാണ് പോയത്. അപ്പോൾ കേപ്പ് ടൗണിലൊക്കെ ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം, എൻ്റെ തൊട്ടടുത്തൊരു ജർമ്മൻ ഒറിജിൻ സായിപ്പ, തൊട്ടപ്പുറത്ത് ഇരിക്കണവൻ അമേരിക്കയിൽ നിന്നാണ്, അവന് സൗത്ത് ആഫ്രിക്കനാണ്, അമേരിക്കയിൽ പോയി കുടിയേറിയിട്ട് തിരിച്ച സൗത്ത് ആഫ്രിക്കയിൽ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് ബ്രിട്ടീഷുകാരെ ഓടിച്ചത് മലപ്പുറത്തുനിന്ന്. കാരണം തിരൂർ ഞാനും കോഫി ഷോപ്പിലും ആരുണ്ടാവും, ബ്രിട്ടീഷുകാരുണ്ടാവും, സ്കോട്ടിഷുകാരനുണ്ടാവും, ഐറിഷുകാരുണ്ടാവും. നമ്മുടെ നാട്ടിലെ എല്ലാ കൾച്ചറിനെ അക്സെപ്റ്റ് ചെയ്യുന്നൊരു മനോഭാവം നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഓരോ രാജ്യക്കാരും പുതിയ ഡെവലപ്മെൻറ്റും പുതിയ കൾച്ചറും. നിങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ ഞാൻ 2400 കിലോമീറ്റർ, എൻ്റെ ടീനേജ് ഡ്രീം ആയിരുന്നു കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കാണുകയെന്നില്ലേ. ഞാൻ അന്ന് സൗത്ത് ആഫ്രിക്കൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയൊക്കെ ചോദിച്ചപ്പം എനിക്ക് അവർ ശരിക്കും കേപ്പിൻ്റെയും അതേപോലെ തന്നെ ക്യാമ്പ്സ്ബേൻ്റെ ഫോട്ടോസ് അയച്ചു തന്നിരുന്നു. അത് കാണുമ്പോൾ അതിനേക്കാളും മനോഹരമായിരുന്നു. 2800 സ്ക്വയർ കിലോമീറ്റർ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് ഒരു സിംഗിൾ പാത്തോൾ കണ്ടില്ല, ഒരു സിംഗിൾ കുഴി കണ്ടില്ല ആ രാജ്യത്ത്. ആ രാജ്യത്ത് ഒരു കറുത്തവർഗക്കാരൻ ആക്ടിവിസ്റ്റ് ഉണ്ട്. അവനെ കണ്ടപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നിങ്ങളെ 300 വർഷം ക്രൂരമായി പീഡിപ്പിച്ചൊരു സമൂഹമല്ല ഇവിടുത്തെ വെള്ളക്കാർ, അവരെ കുട്ടികളോട് നിങ്ങളെ ചിന്ത എന്നാ വെച്ചു. ആ കുട്ടികൾ ഇവിടെ ജനിച്ചു വളർന്നവരാണ്, അവർ സൗത്ത് ആഫ്രിക്കൻസ് ആണ്, അവർ മരിക്കുന്നവരെ തന്നെ സൗത്ത് ആഫ്രിക്കയിൽ നിലനിൽക്കണമെന്നില്ലേ. അപ്പോൾ എങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് നോക്കി. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ ബാച്ചിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓരോ സ്ക്വയർ കിലോമീറ്ററും നമുക്ക് തോന്നും പാരഡൈസിൻ്റെ ഒരു പാർട്ടാണ്. അത്ര മനോഹരമായൊരു ഭൂപ്രകൃതി. ഞാൻ യൂറോപ്പിലും ഇവിടെ ഒന്നും അങ്ങനത്തെ ഒരു ഭൂപ്രകൃതി കണ്ടിട്ടില്ല. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി അങ്ങനത്തെ ഒരു ഭൂപ്രകൃതി ഞാൻ കണ്ടിട്ടില്ല. അത്ര മനോഹരമായൊരു രാജ്യം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കുട്ടികളൊക്കെ ഇനി സൗത്ത് ആഫ്രിക്കയിൽ ബിസിനസ് ചെയ്യും. അപ്പോൾ ഒരു ബിസിനസ്സുകാരനെ നമ്മൾ HR മാർക്കറ്റിംഗ് ഫിനാൻസ് ഓപ്പറേഷൻ IT R&Dനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അവൻ്റെ ഒരു കോർ ടീമിനെ നോഹോ കൊടുത്തു കഴിഞ്ഞാൽ, അവനൊരു ഗ്ലോബൽ ബിസിനസ്സുകാരനാവണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ലേണിംഗ് എന്നും ലൈഫ് ലോങ് ആയിരിക്കും. അവൻ്റെ ലേണിംഗ് അപ്പോൾ അവൻ നിർത്തില്ല. പിന്നെ ലോകത്തിന് ഏറ്റവും ചലനം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് സോഫ്റ്റ് ബാങ്ക്. ആ സോഫ്റ്റ് ബാങ്കിൻ്റെ മായോൻ്റെ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ പോയി നോക്കി, അവന് 300 വർഷത്തെ വിഷൻ എഴുതി വെച്ചിട്ടാണ് അവൻ പണി കൊടുക്കുന്നത്. നമ്മളിവിടുത്തെ ഒരു 100 ബിസിനസ്സുകാരെടുത്ത് നോക്കി, അവനൊരു കാശ് ഉണ്ടാക്കുക എന്നല്ല, ഒരു 10 വർഷത്തിന് ശേഷം ഒരു വിഷൻ ഉണ്ടോ നോക്കി, വിഷൻ ഉണ്ടാവില്ല അവന്. ഞാൻ പിന്നെ 4ാമത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിക്കവാറും എല്ലാ ബിസിനസ്സുകാരും ഫാദർ മരിച്ചു കഴിഞ്ഞാൽ മക്കളെ ബിസിനസ്സിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഗൾഫിലെ ബാച്ചിൽ നമുക്ക് US യൂണിവേഴ്സിറ്റി ഹള്ളിൽ പഠിച്ച കുട്ടികൾ അവിടെ വീണ്ടും XCMBയിലേക്ക് വരുന്നുണ്ട്. UK പിവറ്റൽ യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് കുട്ടികൾ വരുന്നുണ്ട്. ഞാൻ പലപ്പോഴും സെക്കൻഡ് ഇയർ ഓഫ് B സ്കൂളിൽ ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ച് MBA കുട്ടികൾ കംപ്ലീറ്റ് തോറ്റു. അപ്പോൾ UK പ്രൊഫസർ വന്നിട്ട് പറഞ്ഞു, ഇത് 32 ആൺകുട്ടികൾ 32 പെൺകുട്ടികളാണ് കല്യാണം കഴിക്കുക, ഇവരെ 32 ആൻസർ എവിടെയെന്ന് വെച്ചു.
ഇവരൊക്കെ ഒരു സിംഗിൾ ആൻസർ ആണല്ലോ എഴുതുന്നതിൽ. ഇപ്പോഴാണ് മനസ്സിലാക്കുന്ന അവരുടെ സിസ്റ്റം എത്ര ബ്യൂട്ടിഫുൾ ആണെന്നില്ലേ. രണ്ടാമത്തെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളെ യൂണിവേഴ്സിറ്റി 14,000 മേലെയാണ് റാങ്ക് എടുക്കുന്നത്, ഞങ്ങളത് ഫസ്റ്റ് 1000-ലാണ്. ഇന്ത്യയിൽ ഒരൊറ്റ IIT ഫസ്റ്റ് 1000-ൽ പെട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു രാജ്യത്താണ് നിൽക്കുക. ഞാൻ അത് കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല, ഈ സിസ്റ്റം മാറാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു സ്വന്തം രാജ്യത്തിൻ്റെ പ്രശ്നം സ്വന്തം സമൂഹത്തിനോട് പറയാമെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ നിങ്ങളെ കേരളത്തിനെ കുറിച്ചോ നിങ്ങളെ നാടിനെ കുറിച്ചോ നിങ്ങൾ വേദനാജനകമായിട്ട് പറയുമ്പോൾ എത്ര വിഷമം ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കി. അപ്പം ഇത് നിങ്ങളൊക്കെ ആരെങ്കിലും ഇത് കേൾക്കുന്നത്, ഞാൻ പ്രായമായി തുടങ്ങുക, നിങ്ങളൊക്കെ ഈ നാട്ടിലെ കുട്ടികളാണ്, നാളെ ഈ നാടിനെ മാറ്റേണ്ടവർ നിങ്ങളാണ്. ഞാൻ എൻ്റെ 28ാമത്തെ വയസ്സിൽ അങ്ങനത്തെ ഒരു ഉദ്യമം ഏറ്റെടുത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഇവിടുത്തെ സെൽഫ് ഫിനാൻസിങ് കോളേജസോ ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജസോ ഇവരൊരിക്കലും ഈ സിസ്റ്റം റിഫോം ചെയ്യില്ല. അത് റോട്ട് ചെയ്ത് നശിച്ചേ പോവുള്ളൂ. അതിന് ബദലായിട്ട് ഇപ്പം ജലനെ പോലത്തെ ആൾക്കാർ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിരിക്കും എന്താവുന്നത് ഈ നാടിനെ മാറ്റുന്നത്. കാരണം ഒരു പറച്ചിലുകാർ മാത്രമല്ല, അവനിവിടെ ഏറ്റവും വലിയൊരു, എനിക്ക് തോന്നിയിടത്തോളം ഒരു ഫിനാൻഷ്യൽ കോൺക്ലേവ് നടത്തി. രണ്ടാമത്തത് എന്താ പറയുക, ഒരു LMSലൂടെ ഈ നാട്ടിലെ എല്ലാ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഫിനാൻസിൻ്റെ ആൾക്കാർ എന്താക്കണം, LMSൻ്റെ ഉള്ളിൽ കൊണ്ടുവരികയാണ്. യൂണിവേഴ്സിറ്റികൾ ആസ് ലോങ് ആസ് അവർ എക്സാം നടത്തുന്നിടത്തോളം കാലം, ഇന്ത്യയിലെ ഏറ്റവും നല്ല റൈറ്റർ ആയിരുന്നു R.K. നാരായണൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട്. കാരണം ഇംഗ്ലീഷ് റൈറ്റിങ്ങിൽ എനിക്ക് തോന്നുന്നത്ര ശോഭയുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആണുങ്ങളുടെ ഏറ്റവും ഇഷ്ട ആളില്ല, പിന്നെ അരുന്ധതി റോയ്, എനിക്ക് തോന്നുന്നത്രം R.K. നാരായണനാണ്. R.K. നാരായണൻ യൂണിവേഴ്സിറ്റി പ്രിൻസസ്റ്റണിൽ പോയിട്ടാണ് എക്സാം ഇല്ലാത്ത ഒരു ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ ക്ലാസ് എടുത്തു കൊടുത്തത്. എത്ര കുട്ടികൾ ഇവിടെ ഇരിക്കുന്നത് ചോദിച്ചു നോക്കി, അവർ എക്സാമിന് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരൊറ്റ കുട്ടികൾ എക്സാം ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഈ ഒരു പണ്ടാരത്തിനും വേണ്ടിയിട്ടാണ് എന്താകുന്നത് ടോട്ടൽ യൂണിവേഴ്സിറ്റി സ്കൂൾസും കോളേജസും നിൽക്കുന്നത്. ഇത് എത്ര കാലം നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റും? പിന്നെ ഏറ്റവും വലിയ കാര്യം, ഇപ്പോൾ ഞങ്ങൾ DKPയിൽ ദുബായ് നോളജ് പാർക്കിൽ, പിന്നെ അവിടുത്തെ ഒരു കവറ്റഡ് പ്ലേസാണ്, അവിടെ ബിസിനസ്സുകാരുടെ മക്കൾക്ക് വേണ്ടിയിട്ടില്ലേ BBA പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അവരുടെ സെക്കൻഡ് ജനറേഷൻ കുട്ടികളെ എങ്ങനെ പോർട്ട് ചെയ്യുന്നത്. നമ്മൾ UK US യൂണിവേഴ്സിറ്റികളൊക്കെ ഒരു പ്രശ്നം മനസ്സിലാക്കുന്നത്, ലെക്ചേഴ്സ് ചെറിയൊരു കണ്ടൻറ്റ് കൊടുക്കും, ആ കണ്ടൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ റിസർച്ച് ചെയ്യണം. നമ്മൾ മനസ്സിലാക്കുന്നത്ര ഈ കുട്ടികൾ ഒരിക്കലും റിസർച്ച് ചെയ്യില്ല. ഇപ്പം എൻ്റെ പറപ്പൂർ തെളിമാൻ്റെ മോളുണ്ട് ഫർവീന്ദിൻ്റെ മോന് കൊട ഇൻ്റർനാഷണൽ സ്കൂളിൽ IB സിലബസിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഫർവീന്ദ് പറയുക, ഞാൻ എന്താ പറയുക, ഡൽഹി പബ്ലിക് സ്കൂളിൽ ദുബൈയിൽ പഠിപ്പിക്കുന്ന സമയത്ത് എന്നും രാത്രി ഞാൻ എൻ്റെ മേലെ കളിക്കണം. അപ്പോൾ അതിൽ 7th ഗ്രേഡിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ പറയാണ്, എൻ്റെ ഉമ്മ എന്നുള്ള രീതിയിൽ എൻ്റെ മോന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ വേദനകളും ടീച്ചർ എന്നോട് പറയണത്. അവൻ പറയുമ്പോൾ കൊട ഇൻ്റർനാഷണൽ സ്കൂളിൽ IB സിലബസിൽ ബോർഡിംഗ് സ്കൂളിലാണ് അവൻ നിൽക്കുന്നത്. ഒരു IB സ്കൂളിലെ കുട്ടികളെ ഫസ്റ്റ് അവർ ഇമോഷനാണ് മാപ്പ് ചെയ്യുന്നത്. ആ കുട്ടിയുടെ ഇമോഷൻ രാവിലെ വരുമ്പോൾ എന്താണ്, അവിടുന്നാണ് അവൻ്റെ ലേണിംഗ് തുടങ്ങുന്നത്. പിന്നെ അവന് എക്സാംസ് ഇല്ല, അവന് കംപ്ലീറ്റ് മനസ്സിലാക്കുകയാണ്. ഇതല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു സാധനം, ഇപ്പോൾ നമ്മളെ ക്ലാസ്സിൽ 70 വയസ്സുകാരുണ്ട്, 40 വയസ്സുകാരുണ്ട്, ജെൻസെറ്റ് കുട്ടികളുണ്ട്, അതേപോലെ തന്നെ UK US യൂണിവേഴ്സിറ്റി എന്ന് പഠിച്ച ആൾക്കാരുണ്ട്, ഇത്രയൊക്കെ പേരുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്യിക്കുന്നത് ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കേസ് സ്റ്റഡി കാര്യങ്ങളിലൂടെയാണ്. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഹാർവർഡ് ബിസിനസ് സ്കൂള് 1910കളിലും 20കളിലും എന്താ പറയുക, ബിസിനസ് എക്സ്പോഷറിന് വേണ്ടി ഉണ്ടാക്കിയാണ്. ഇപ്പോൾ ചോക്ക് ആൻഡ് ടോക്ക് മെത്തേഡിൻ്റെ പിസയുടെ സ്റ്റഡി പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ പിസയുടെ സ്റ്റഡിയാണ്, 8% ആണ് അതിൻ്റെ എഫിക്കസി, 92% ലീക്കേജ് ആണ്. അതേസമയത്ത് ഡെമോൺസ്ട്രേഷൻ, ഒരു സയൻസ് ലാബിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എഫിക്കസി 30% ആണ്, 70% അതിൽ ലീക്കേജ് ആണ്. ഗ്രൂപ്പ് ഡിസ്കഷനിൽ 60% ആണ് എഫിക്കസി, 40% എന്താണ് ലീക്കേജ് ആണ്. 75% ആണ് ഓൺ വർക്കിൽ എഫിക്കസി, 25% ആണ് ലീക്കേജ്. UK US യൂണിവേഴ്സിറ്റികൾ ഓൺ പ്രൊജക്ട്സ് ആണ് തരിക. അതേസമയത്ത് മെറ്റീരിയൽ ഇൻട്രാക്ഷനിൽ 95% ആണ് എഫിക്കസി. അതായത് ഇപ്പോൾ ജലസാർ അതേപോലെ കണ്ടമാനം ഓൺട്രപ്രീനേഴ്സ് അവർ ആ ബിസിനസ് നിന്ന് പഠിക്കുന്ന നോളജ് ഭയങ്കരമായിരിക്കും. അത് ഞാൻ പേഴ്സണലി മനസ്സിലാക്കിയിട്ടുണ്ട്. B സ്കൂളിലെ 95% കുട്ടികളും ഒരു സർട്ടിഫിക്കറ്റിന് വരുമ്പോൾ എൻ്റെ എക്സിക്യൂട്ടീവ് MBAയിൽ വരുന്ന ഓരോ കുട്ടികളുടെയും കണ്ണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വിജ്ഞാനത്തിൻ്റെ ദാഹം മനസ്സിലാക്കാൻ പറ്റും. അവരെത്രത്തോളം ലൈഫ് ലേണിംഗ് ആണെന്നില്ലേ, അവരെത്രത്തോളം കാലം അതിൻ്റെ ബാക്കിൽ നടക്കുന്നുണ്ടെന്നില്ലേ. അതേസമയത്ത് നമ്മളെ ഒരു റെഗുലർ കോളേജിലെ കുട്ടികൾക്ക് അത് അങ്ങനെ ഒന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഫസ്റ്റ് അടി അവരേക്ക് തന്നെ കിട്ടും. അങ്ങനെയൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇത് സങ്കടകരമായിട്ട് പറയാണ്. പക്ഷേ അതൊക്കെ ഇപ്പോൾ മാറി തുടങ്ങി. ഇപ്പോഴത്തെ ബാച്ചുകളൊക്കെ കുറേ സ്റ്റാർട്ടപ്പ് ആഗ്രഹിക്കുന്ന കുട്ടികൾ വരൽ തുടങ്ങി, കറക്റ്റ്ലി ലേണിംഗ് ആഗ്രഹിക്കുന്ന കുട്ടികൾ വരൽ തുടങ്ങി. ഇപ്പോൾ കേസ് സ്റ്റഡി ഭയങ്കര സംഭവമാണ്. കേസ് സ്റ്റഡിയിലൂടെ നിങ്ങൾക്ക് പലപ്പോഴും ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് കൺസൾട്ടൻസി ഒക്കെ എഴുതുന്ന അവരുടെ കൺസൾട്ടൻസി വർക്കെന്ന് അവർ മനസ്സിലാക്കിയ കമ്പനികളുടെ പ്രോബ്ലംസാണ് അവർ എഴുതുന്നത്. ആ എഴുതുന്നത് എന്താവും എന്ന് പറഞ്ഞാൽ ഇവരുടെ മനസ്സിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കും. ഞാൻ തന്നെ ജലസാറൊക്കെ നമ്മൾ 3rd ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു എക്സിക്യൂട്ടീവ് MBAയിലെ. പക്ഷേ ജലസാർ പലപ്പോഴും സൊസൈറ്റി ഡ്രിവൺ ആയിട്ടൊരു ഭയങ്കര സംഭവം. ഞാൻ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, സൗത്ത് ഇന്ത്യയിലെ കംപ്ലീറ്റ്ലി ബിസിനസ്സുകാരെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം
അദ്ദേഹം ആ ഫിനാൻസിൻ്റെ എന്താ പറയുക കോൺക്ലേവ് നടത്തിയപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞ ആ വാക്ക് അദ്ദേഹം പാലിക്കുന്നുണ്ട്. അദ്ദേഹം അതിൽ സക്സസ്ഫുൾ ആവട്ടെ, ഇത്രയാണ് എനിക്ക് പറയാനില്ല. സോ ഇതാണ് ഫൈസൽ സാറ്, നോൺ സ്റ്റോപ്പ് ടീച്ചിങ്, നോൺ സ്റ്റോപ്പ് ലേണിംഗ്. പുള്ളി എന്താ പറയുക, ഒരു സംഭവം തുടങ്ങി വെച്ചാൽ അത്രയും കണ്ടന്റുകൾ പുള്ളിയുടെ ഉള്ളിലുണ്ട്. അതങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് പറഞ്ഞു. സോ എനിവേ ഐ തിങ്ക് വി ഡോണ്ട് ഹാവ് മച്ച് ടൈം. വി കൻ ഗിവ് ദം സം മെസ്സേജസ് ആൻഡ് വൈൻഡ് അപ്പ്, ആൻഡ് ഓൾസോ ഇഫ് ദർ ഈസ് എനി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഈസ് ഓൾസോ ഓപ്പൺ. ഓക്കെ, സോ ടോം, ഡു യു ഹാവ് എനി മെസ്സേജ് ഫോർ ദി യങ്സ്റ്റേഴ്സ് എസ്പെഷ്യലി ഹിയർ? എന്ത് മെസ്സേജുള്ള ആരും, ഞാൻ ആദ്യം രാവിലെ സംസാരിച്ചൊരു കാര്യമുണ്ട്. കാരണം നമ്മൾ അധികം ആങ്സൈറ്റിയും ഈ സ്ട്രെസ്സൊന്നും കൊടുക്കാതെ പിള്ളേരെ ഫ്രീ ആയിട്ട് വിടുക. കാരണം അവർക്ക് എന്താ വേണ്ടതെന്ന് അറിയാനുള്ളൊരു, എനിക്ക് തോന്നുന്നു അതിനുള്ളൊരു സിസ്റ്റം, അത്യാവശ്യ സിസ്റ്റം നമ്മുടെ കേപ്പബിളാണ്. പിന്നെ നമ്മളൊരു സക്സസ് ഫോമുല ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി സ്കൂൾ മുതൽ എഞ്ചിനീയർ ആയാലും ഡോക്ടർ ആയാലേ സക്സസ് ആവുള്ളൂ എന്നൊരു ഫോമുല. അത് മാത്രം പോരാ. ഇപ്പം എനിക്ക് തോന്നുന്നു എഞ്ചിനീയറും കുറേ ടെസ്റ്റ് പ്രെപ്പ് കമ്പനികളെല്ലാം കൂടി ചാർട്ടേഡ് അക്കൗണ്ടൻസിയും കൂടെ, ഞാനും ഒരു കുറേ ടെസ്റ്റ് പ്രെപ്പ് കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ്. പക്ഷേ എന്തായാലും പറയുകയാണ്, നമുക്ക് ഒരു സൊസൈറ്റിക്ക് എല്ലാവരെയും വേണം. ഒരു എഞ്ചിനീയറിങ് ഡോക്ടറെയും മാത്രമല്ല, നല്ലൊരു മ്യൂസീഷ്യനെയും നല്ലൊരു ആർക്കിടെക്റ്റിനെയും നല്ലൊരു ഫിലിം മേക്കറിനെയും നല്ലൊരു സോഷ്യൽ വർക്കറിനെയും ഇതെല്ലാം ഒരു സൊസൈറ്റിക്ക് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ രാവിലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു എക്കോസിസ്റ്റം നിലനിൽക്കുള്ളൂ എന്ന്. കാരണം രാവിലെ പറഞ്ഞൊരു കാര്യം ഈ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നുന്നു നമ്മൾ സ്കൂളിലും കൊടുക്കുന്നില്ല, വീട്ടിലും കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു ഫ്യൂച്ചർ സെലിബ്രേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരെന്തായിരിക്കാൻ, ബി റിയൽ ആകാൻ, ഒറിജിനൽ ആകാൻ അവർക്കൊരു സ്പേസ് സ്കൂളിലും കോളേജിലും കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കുറേ കാര്യങ്ങൾ, ഇപ്പം നമ്മളറിയാതെ പോകുന്നൊരു പ്രശ്നമുണ്ട്. കാരണം ഒരു 15 to 20% ആളുകളും ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എത്രയോ കേസുകൾ, ഇൻസിഡൻസ് നമ്മുടെ പത്രങ്ങളിലൂടെ അറിയുന്നു, മാധ്യമങ്ങളിലൂടെ അറിയുന്നു. നമ്മൾ അറിയാത്ത എന്തുമാത്രം കാര്യങ്ങളുണ്ട്. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ അതൊരു മെൻ്റൽ വെൽബീയിങ് ആയിരിക്കും. നമ്മളടുത്തൊരു 5-10 വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ചലഞ്ച് ഇതായിരിക്കും. അതുകൊണ്ട് അവർക്കൊരു സ്പേസ് കൊടുക്കുക, ഒരു സിസ്റ്റം അതിനെ കുറച്ചും കൂടെ ലിബറലായി അവർക്ക് ചിന്തിക്കാനും അല്ലെങ്കിൽ അവരെ ചിന്തിപ്പിക്കാനും പറ്റിയ ഒരു സിസ്റ്റം ഇവോൾവ് ചെയ്യുക. അനാവശ്യ സ്ട്രെസ്സും ട്രോമയൊന്നും കൊടുക്കാതെ അത് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. യൂണിവേഴ്സിറ്റികളിൽ അത് തന്നെ, അല്ലെങ്കിൽ കോളേജുകളിൽ അത് തന്നെ കൊടുക്കുക. സാറ് പറയുന്നൊരു കാര്യം തന്നെയാണ്, ചിന്തിക്കാനുള്ളൊരു സിസ്റ്റം. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സിസ്റ്റം അതിന് അങ്ങനെയല്ല ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അങ്ങനെയല്ല സെറ്റായിരിക്കുന്നത്. അതൊന്ന് മാറ്റാൻ എല്ലാവരും ശ്രമിക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്താൽ മാത്രം പോരാ, അതിനൊരു മാറ്റം ഉണ്ടാകണം. മാറ്റം ആരെങ്കിലും ഒരു ലീഡ് ചെയ്യണം. ആ ലീഡ് ചെയ്താലേ ബാക്കിയുള്ളവർ ഫോളോ ചെയ്യുള്ളൂ. ഇനി അത് ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സൊസൈറ്റി ഒരു ബ്രൈറ്റ്ഫുൾ ആയിട്ടുള്ളൊരു സൊസൈറ്റിയെ, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സൊസൈറ്റിയെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അത്രയേ ഉള്ളൂ. ബി റെലവൻറ്റ് ആകുക, റെലവൻറ്റ് ആൻഡ് സ്റ്റേയിങ് വിത്ത് റെലവൻസ്, റെലവൻസ് റിഫ്ലക്റ്റ് ചെയ്യാനും പറ്റിയ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. So Ibnu, you want to add something? Faisal sir, very quickly something. Okay, ഞാൻ പറഞ്ഞ കോൺസെൻട്രിക് പോർട്ട്ഫോളിയോയുടെ പിതാവ് വാറൻ ബഫറ്റ് ആണെങ്കിൽ റാഡാലിയോ ആണ് ശരിക്കും ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോയുടെ ഉപയോഗിച്ചത്. ഞാൻ പറയാൻ മറന്നത്. എനിക്ക് പറയാല് ദ പേർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് നോട്ട് റിപ്പീറ്റിംഗ് വാട്ട് ദി അതർ ജനറേഷൻസ് ഹവ് ഡൺ, റാദർ ഇറ്റ് ഈസ് ടു ക്രിയേറ്റ് ന്യൂ തിങ്സ് ആൻഡ് ഇൻവെന്റ് ന്യൂ തിങ്സ്. Create new things and invent new things. That's it. Okay, any questions from the audience side? ഹായ്, ഞാൻ ഇവിടെ എൻ്റെ പേര് മുഹമ്മദ് സൗദ് എന്നാണ്. ഞാൻ കാലിക്കറ്റ് മർക്കസ് നോളജ് സിറ്റിയിലെ എയ്മർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിസിനസ് സ്കൂളുണ്ട്. ഓക്കെ, എയ്മർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഡിഫറെൻറ്റ് സ്റ്റൈലിൽ പിന്നെ അതായത് എയ്മർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റൈലിൽ ഇതേപോലെ തന്നെ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ടോട്ടലി മാറ്റിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് എയ്മർ. അതായത് അവിടെ ബിസിനസ് കൺസൾട്ടിങ്, ട്രെയിനിങ്, ഷോർട്ട് ടേം കോഴ്സുകൾ, സെയിൽസ് പ്രോഗ്രാംസ്, HR സർവീസ്, എക്സിക്യൂട്ടീവ് MBA പ്രോഗ്രാം, ഇൻക്യുബേഷൻ സെൻറ്റർ, റിസർച്ച് സെൻറ്റർ, PG UG വർക്ക് ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം, ഇങ്ങനെ പല പ്രോഗ്രാമുകൾ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇതേ രൂപത്തിൽ തന്നെ നമ്മളിപ്പം ഒരു മെഡിക്കൽ പഠിക്കുന്ന സിസ്റ്റത്തിൽ നമ്മളെ ഓണ്ടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനെ മകനെ അല്ലെങ്കിൽ പുതിയൊരു ഓണ്ടർപ്രണറെ വാർത്തെടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഫഷൻസിനെ വാർത്തെടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് ടോട്ടലി എയിമറിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നോർമൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു തിയററ്റിക്കൽ ലേണിംഗ് കൊടുക്കുന്ന അല്ലെങ്കിൽ ലേണിംഗ് കൊടുക്കുന്ന ഒരു സിസ്റ്റം അല്ല നമുക്ക് വരുന്നത്. 50% പ്രാക്ടിക്കലും 50% തിയററ്റിക്കൽ ലേണിംഗുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം
ഈ നമ്മൾ എപ്പോഴും നമ്മൾ പറയുന്ന കുട്ടികൾക്ക് മെയിൻലി മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സംഭവം അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു എക്സാം റിലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു സർട്ടിഫിക്കറ്റ് ഫോക്കസ് ചെയ്തിട്ടോ നിങ്ങൾ പഠിക്കാതെ നിങ്ങൾ പ്രാക്ടിക്കൽ നോളജ് മാക്സിമം ചെയ്യുക എന്നുള്ളതാണ്. അതായത് പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 50% നമ്മൾ തിയററ്റിക് മീൻസ് പ്രാക്ടിക്കൽ നോളജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 year PG പ്രോഗ്രാം അല്ലെങ്കിൽ MBA ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 year ഓക്കെ 1 year നമ്മൾ എന്തായിരിക്കും ഇന്റേൺഷിപ്പ് ആയിരിക്കും കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒറ്റ കാര്യം ചെയ്യുള്ളൂ, ഇവിടെയുള്ള ഓരോ ബിസിനസ്സുകാരും ജസ്റ്റ് അവരെ ഒരു എംപ്ലോയിനെ ഹയർ ചെയ്യുന്ന നേരം ജസ്റ്റ് സർട്ടിഫിക്കറ്റ് മാത്രമായിരിക്കും നോക്കുന്നുണ്ടാവുക. ഇതിലും ബിസിനസ്സുകാർ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അല്ലെങ്കിൽ അവരുടെ അനലൈസ് ചെയ്തിട്ട് അവരുടെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അവർക്ക് നോക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. അത് അവർക്കൊരു മെസ്സേജ് ആയിട്ട് ഈ രീതിയിലൊരു മെസ്സേജ് ആയിട്ട് അവർക്ക് കൊടുക്കാം ഓരോ ഓൺട്രപ്രണേഴ്സിന് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഓരോ സ്റ്റുഡൻസിനും. കാരണം ഇപ്പോൾ സ്റ്റുഡൻസ് ഇപ്പോഴും ഇങ്ങനെ ഒരു സംഭവം അറിയാം, കൂടുതൽ പ്രാക്ടിക്കൽ നോളജ് ആണ് വേണ്ടത്. യെസ്, അതായത് ഞാൻ പിന്നെ ജോസഫ് സാറിനോട്, അതായത് ഇപ്പോൾ ജോസഫ് സാർ മീൻസ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഇങ്ങനെ നമ്മൾ കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പം അത് ഏത് രീതിയിൽ ഈ രീതിയിലാണോ നമ്മൾ നോക്കുന്നത്? ചോദ്യം മനസ്സിലായി. ഞാൻ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് വരാൻ സമയം കുറവായതുകൊണ്ട് ഡിഗ്രി ഈസ് ഞാൻ ഡിഗ്രി എന്തായാലും ഒരു പീസ് ഓഫ് പേപ്പർ ദാറ്റ് ഗീവ്സ് യു എലിജിബിലിറ്റി, അല്ലെങ്കിൽ വാട്ട് എവർ യു സ്റ്റഡീഡ് ഐ മീൻ ദേ സ്റ്റാമ്പ് ഓൺ ഇറ്റ്, യു ഹാവ് ഗോൺ ത്രൂ സോ ആൻഡ് സോ കോഴ്സ്. ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇന്നത്തെ എംപ്ലോയേഴ്സ് നമുക്കൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതായത് നീ ഒരു ജോലിക്ക് ഇന്റർവ്യൂവിന് എലിജിബിൾ ആകുന്ന തരുന്ന ഒരു എൻട്രി ക്രൈറ്റീരിയ മാത്രമായിട്ടാണ് ഡിഗ്രി ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ദ വേ ദ എംപ്ലോയേഴ്സ് എക്സാക്ട്ലി ലുക്കിംഗ് ഫോർ യുവർ ആറ്റിറ്റ്യൂഡ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് യുവർ ഡൊമൈൻ സ്കിൽസ്, അത് ഡിഗ്രി ഇല്ലാതെ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റില്ല. കാരണം നമ്മൾ ഏത് ജോലി നോക്കിയാൽ ഇന്ന് ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യുന്ന 99% ജോലിക്കും നിങ്ങൾക്ക് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവിടെ എത്തിച്ചേർക്കും. പിന്നെ നിങ്ങളുടെ കരിയർ പ്യോർലി ഡിപ്പെൻഡിങ് ഓൺ ദ വേ യു പെർഫോം യുവർ ആറ്റിറ്റ്യൂഡ് ആൻഡ് യുവർ ഡൊമൈൻ സ്കിൽസ്. പിന്നെ ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഡിഗ്രി ഷുഡ് കം വിത്ത് ആൻ എക്സ്പയറി ഡേറ്റ്. So whatever you're studying here and it's getting expired or അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പുതിയ മാറ്റങ്ങൾ നടക്കുന്നു, you take a driving license, you have to go for a renewal. You take any such license, I mean you should go for a renewal. Unfortunately that doesn't exist in education system, അല്ലേ? So it's a great concept, degree with expiry date. Okay.